എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, ഈ സകല ഭാരവും പിന്നെന്താ വിടണ്ടേ? മുറുകെ പറ്റുന്ന പാപം. അതിന് നിങ്ങൾക്ക് പെട്ടെന്നൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ രാവിലെ ഡ്യൂട്ടിക്ക് പോകാൻ പറ്റി ഭയങ്കര ഭാരം, ഞാൻ പറഞ്ഞ മനസ്സിലായി, ബാഗും അപ്പോൾ അതുകൊണ്ട് ഓൾറെഡി കേട്ടോ. അപ്പോൾ നിങ്ങൾ ഡ്യൂട്ടിക്ക് പോകാൻ രാവിലെ ഒരുങ്ങി റെഡിയായി എല്ലാം കഴിഞ്ഞ്, അല്ലെങ്കിൽ ചർച്ചിൽ പോകാൻ, ഇപ്പോൾ മീറ്റിങ്ങിന് പോകാൻ വേണ്ടി നിങ്ങൾ ഇറങ്ങി, നല്ലതായിട്ട് സാരിയൊക്കെ കഷ്ടപ്പെട്ട് ഉടുത്ത് അല്ലേ, ബാഗൊക്കെ ഇട്ട് ചർച്ച കൊണ്ടുവരാനുള്ള സാധനമൊക്കെ എടുത്ത് കൈ പിടിച്ച് ഇങ്ങനെ ഇടങ്ങും. അപ്പോൾ തന്നെ നിങ്ങളുടെ ഒരു വയസ്സുള്ളൊരു കൊച്ച് സാരിയുടെ തുമ്പത്തോട്ട് അങ്ങോട്ട് പിടിച്ചിട്ട് മമ്മ എന്നെ എടുക്കുമെന്ന് പറഞ്ഞങ്ങോട്ട് കിടക്കും. അപ്പം നമ്മൾ പറയും നടക്ക് കുഞ്ഞ്, ഇല്ല. അപ്പം ഇവൻ കാലയിലോട്ട് അങ്ങോട്ട് കെട്ടിപ്പിടിക്കും. ഈ കയ്യിലെ സാധനം താഴോട്ട് വെക്കാനും പറ്റത്തില്ല, അച്ചായൻ പുറത്ത് വെയിറ്റും ചെയ്യുന്നു. പിന്നെ നമ്മൾ നിങ്ങൾ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല, ചിലപ്പോൾ നമ്മൾ വലിച്ചുകൊണ്ട് എന്ത് ചെയ്യും, കണ്ടിട്ടുണ്ടോ? അച്ചായൻ പറയും കയറാൻ വണ്ടിയെ, വരുന്ന അച്ചാ കാലയിലൊരെണ്ണം ഭാരമുണ്ട്, പിന്നെ മുറുകെ പിടിക്കുന്ന ചിലതുമുണ്ട്. വിട്ട് കളയാനും കൊച്ചല്ലേ, വിട്ട് കളയാനും പറ്റത്തില്ല. പിന്നെ എങ്ങനെയൊക്കെയോ വലിച്ചു കെട്ടി വണ്ടിയെ കയറും. ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾ പറഞ്ഞുതരാം മനസ്സിലാവാൻ കേട്ടോ. ഇതുപോലെ ചിലതുണ്ട്, മുറുകെ പിടിച്ചങ്ങ് കിടക്കും, ഇത് പോകത്തില്ല. അവിടെയാണ് ഇന്നത്തെ മെസ്സേജ് കിടക്കുന്നത് കേട്ടോ. ഭാരം പറഞ്ഞ വചനമൊക്കെ കേട്ടും പ്രാർത്ഥിച്ചും ഉപവസിച്ചും ഭാരം കളയാം, പക്ഷെ പാപം അങ്ങനെ പോകത്തില്ല. കാരണം ചില പാപം നമ്മൾ വിളിച്ചു കയറ്റുന്ന പാപമാണ്. അതിനോട് പോന്ന് പറഞ്ഞാൽ അത് പറയും നോ, നീ ഇൻവിറ്റേഷൻ തന്നിട്ടാ എന്നെ അകത്ത് കയറ്റി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയാം, എനിക്കിവിടുന്ന് ഇൻവിറ്റേഷൻ തന്നിട്ടാണ് ഞാനിവിടെ വന്ന് ഇരിക്കുന്നത്. ഇപ്പം എന്നെ വിളിച്ച ഗ്രേസ് സിസ്റ്റർ എനിക്ക് ഇൻവിറ്റേഷൻ തന്നെ. നിങ്ങൾ ഇവിടെയുള്ള എല്ലാവരും വന്നിട്ട് ഇറങ്ങി ചാപ്പലിൽ നിന്ന് പോകാൻ പറഞ്ഞാലും ഞാൻ പോകത്തില്ല. കാരണം ഞാൻ പറയും എന്നെ ഇൻവൈറ്റ് ചെയ്ത ആൾ വന്ന് പറയട്ടെന്ന് പറയും. മനസ്സിലാവുന്നുണ്ടോ? ഇതുപോലെ ചില പാപം ചിലർ ആ ഏരിയ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്ന് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു. ആ പാപം ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്നിടത്തോളം കർത്താവിൻ്റെ കാഹളനാഥം നിങ്ങൾ കേൾക്കത്തുപോലും ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് നമുക്ക് ഓരോരോ പാപങ്ങളിലേക്ക് ഇന്നങ്ങ് കടക്കാം. ഓക്കെ, അത് ഉള്ളിൽ ഉണ്ട് ഉണ്ട് ഉണ്ട്. ഞാൻ ഇന്നലെയും പ്രാർത്ഥിച്ചു, ഇന്ന് രാവിലെയും പ്രാർത്ഥിച്ചു, കർത്താവ് ഇത് തന്നെയാണോ ദൂത്, എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറയണേ. ഹല്ലേലൂയ. അപ്പം പരിശുദ്ധാത്മ പറഞ്ഞു ഇല്ല മോളെ, ഇത് മാത്രമാണ് എൻ്റെ ദൂതെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പറയുക കേട്ടോ, ഇത് മാത്രമാണ് ദൂത്. മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ കോടാലി മരത്തിൻ്റെ താഴെ വെച്ചിട്ടുണ്ട്, വെട്ട് കിട്ടിയിരിക്കും. ഓക്കെ, ആശ്വാസം പ്രാപിക്കാനാണ് വന്ന സിസ്റ്ററെ. പക്ഷെ വെട്ടാണോ പറയുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും സർജറി കഴിഞ്ഞ് രോഗമുള്ള ഭാഗത്തെ അറുത്ത് കളഞ്ഞിട്ട് അതിനെ സ്റ്റിച്ച് ചെയ്ത് അകത്ത് വെച്ചാൽ അല്പ ദിവസം വേദന കാണും, പക്ഷെ നീ പൂർണ്ണ ആരോഗ്യത്തോടെ എഴുന്നേറ്റ് വരും. പക്ഷേ ഞാൻ എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ പണ്ട് അങ്ങനെ ആയിരുന്നു. ഒരു മുറിവ് വന്ന ബാൻഡേഡ് ഇട്ട് പോവും. അകത്തെയുള്ള പഴുപ്പും ഇതൊന്നും കളയത്തില്ല. ഇരിക്കും തോറും ഇത് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുക. പിന്നെ ആ ഓർഗൻ മുറിച്ച് കളയേണ്ടി വരും. നമ്മളിങ്ങനെ പലതും വെച്ച് കവർ ചെയ്തിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഇന്ന് പരിശുദ്ധാത്മാവ് അതൊക്കെ ഒന്ന് ഡൈസെക്ട് ചെയ്ത് പുറത്തെടുക്കാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. അതിനാധാരമായി നമുക്കൊരു വാക്യം വായിക്കാം. 1 പത്രോസ് 2:1-2 വാക്യങ്ങൾ ഉറക്കി ഒന്ന് വായിക്കണേ ആരെങ്കിലും. 1 പത്രോസ് 2:1-2 വാക്യങ്ങൾ. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. ഈ വാക്യം എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണ്, എൻ്റെ ഡിയറസ്റ്റ് വേഴ്സാണ്. എന്താണെന്നറിയാമോ? ഷോർട്ടായിട്ട് പറയാം. ഞാൻ 10 വയസ്സുള്ളപ്പോൾ രക്ഷിക്കപ്പെട്ടു, 11 വയസ്സുള്ളപ്പോൾ സ്നാനപ്പെട്ടു, 11 വയസ്സുള്ളപ്പോൾ അഭിഷേകം പ്രാപിച്ചു. ജനിച്ചതും വളർന്നതും എല്ലാം പെന്തക്കോസ് ഭവനത്തിലാണ്. എൻ്റെ പപ്പായും മമ്മിയും അറിയാവുന്ന ഒരു ആൻറ്റി ഇവിടെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടെ ധൈര്യത്തോടെ പറയാം. ഓക്കെ, IPC എന്ന് പറയുന്ന ഭയങ്കര ഒരു സ്പിരിറ്റ് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഞാൻ IPCയിലെ പാസ്റ്ററുടെ മോളാന്നൊക്കെ പറയുമ്പോൾ ഒരു വെയിറ്റ് ഒക്കെ ഇട്ടാൽ പറയത്തുള്ളായിരുന്നു. ഓക്കെ, ആ സ്പിരിറ്റൊക്കെ ഇന്നിവിടെ അഴിയണം കേട്ടോ. IPC, AG, ഷാരോൺ ഒക്കെ മാറിയില്ലെങ്കിൽ ഹോളി സ്പിരിറ്റിന് നിങ്ങളെ വേണ്ട. ആ സ്പിരിറ്റ് വർക്ക് ചെയ്യത്തുമില്ല ആ സ്പിരിറ്റ് ഉള്ളവരുടെ മേൽ. അതെനിക്കറിയത്തില്ലായിരുന്നു. ഓക്കെ, സഭാസ്നേഹം വേണം, പക്ഷെ സഭയിലെ സ്പിരിറ്റ് ആവരുത്. ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ രക്തം എൻ്റെ കയ്യെ കൂടെ ഓടുന്നു. അപ്പോൾ യേശുവിൻ്റെ രക്തത്തിന് ഇവിടെ പ്രാധാന്യത. ഓക്കെ, അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പാസ്റ്ററുടെ മോളായി ജനിച്ചപ്പോഴും രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ചുകൊണ്ട് എനിക്കൊരു തോട്ടുണ്ടായിരുന്നു, ഞാൻ ഭയങ്കര വിശുദ്ധയാണ്. ഞാൻ വെള്ളയും മാത്രമേ ചർച്ചിലിടത്തുള്ളായിരുന്നു. ഞായറാഴ്ച ഞങ്ങളുടെ ചർച്ചിലെ റൂള് വരുന്നു. അപ്പോൾ വെള്ളം ഇടുന്നത് കൊണ്ടും എല്ലാ പ്രാർത്ഥനയും അറ്റൻഡ് ചെയ്യുന്നത് കൊണ്ടും ബൈബിൾ എന്നും രാവിലെ വായിക്കുന്നത് കൊണ്ടും ഐ തോട്ട് ഐ വാസ് പെർഫെക്റ്റ്. 30 വർഷം 30ാമത്തെ വയസ്സിൽ കർത്താവ് എന്ത് ചെയ്യുന്നറിയോ, എന്നെ അമേരിക്കയെ കൊണ്ടുവന്നു. അപ്പോൾ അതൊക്കെ ഭയങ്കര ടെസ്റ്റ് മണിയല്ലേ നമുക്ക്.
നിങ്ങളൊക്കെ ആസാദിൽ എൻ്റെ ടെസ്റ്റിമണി കണ്ടതില്ലേ? എത്ര പേരത് കണ്ടേ? 1,94,000 പേര് കണ്ടു. പക്ഷേ രണ്ടാമത്തെ ഒരു പാർട്ടുണ്ട് ആ ടെസ്റ്റിമണിക്ക്, യുവ ഫോർ ജീസസിൽ. അതിനകത്ത് വെറും 13,000 പേരെ കേട്ടിട്ടുള്ളൂ. ഞാൻ കർത്താവിനോട് ചോദിച്ചാൽ അതെന്താന്ന്? കാരണം എന്താ പറയുക, അത് മാനസാന്തരപ്പെട്ട ടെസ്റ്റിമണിയായിരുന്നു, അത് ആർക്കും വേണ്ട. കല്യാണം നടന്നത് കേൾക്കണമായിരുന്നു, അമേരിക്കയിൽ വന്നതും കേൾക്കണം. അയ്യോ എത്ര പേര് വന്നു, എൻ്റെ സിസ്റ്ററുടെ ടെസ്റ്റിമണി അടിപൊളി. ഞാൻ പറയാം അതിൻ്റെ അപ്പം തന്നെ ചോദിക്കും സെക്കൻഡ് പാർട്ട് കേട്ടോ, അതെവിടെ കിടക്കുന്നത്? ഞാൻ പറഞ്ഞാൽ അത് ആരുടെയും കണ്ണിപ്പെടത്തില്ല, കാരണം അത് ഞാൻ മാനസാന്തരപ്പെട്ട ടെസ്റ്റിമണിയായിരുന്നു. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് 30 വയസ്സായി അപ്പോഴാണ് ഞാൻ അമേരിക്കയിൽ വരുന്നത്. അമേരിക്കയിൽ വന്ന് ഇറങ്ങിയപ്പോഴും ഞാൻ ആരായിട്ടാണ് വരുന്നത്? IPC പാസ്റ്ററുടെ മോളാ. എന്നെ കെട്ടിച്ചു വിട്ട എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരൻസും പാസ്റ്റേഴ്സാണ്. അപ്പോൾ കർത്താവ് മാനിച്ചു, കർത്താവ് സ്നേഹിച്ചു, നിന്ദിച്ചവരുടെ മുമ്പിൽ, ദുഷിച്ചവരുടെ മുമ്പിൽ കർത്താവ് മാനിച്ചു. ഇതൊക്കെയാണ് നമ്മുടെ ടെസ്റ്റിമണി. ഇതൊക്കെ പറഞ്ഞ് വലിയ ആനക്കാരത്തിലിരിക്കുമ്പം ഒരു ദിവസം ഷോർട്ടാക്കി പറയുക, ദൈവസന്നിധി ഇരുന്ന് പ്രാർത്ഥിക്കുക. കാരണം ഞാൻ പ്രഗ്നൻ്റ് ആ സമയത്ത്. അപ്പം ഭയങ്കര നിരാശ കയറി പിടിച്ചു. നിരാശയും പറയാൻ കാരണമൊന്നുമില്ല, പപ്പായും മമ്മിയും പിരിഞ്ഞു, ഇവിടെ ആരുമില്ല, അച്ഛൻ രാവിലെ തൊട്ട് ജോലിക്ക് പോകും, ഞാൻ ഒറ്റയ്ക്കാണ് വീട്ടിൽ. പുറത്തിറങ്ങി എന്താ പറയുന്നത്, ഒരു ആരെ പോലും കാണത്തില്ല, എല്ലാവരും ജോലിയിലാണ്. സോ ഈ ഒറ്റയ്ക്ക് ഇരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. ബിക്കോസ് 4 പെമ്പിള്ളാറുള്ള വീട്ടിലാണ് വളർന്ന, ഫെയ്ത്ത് ഹോമിലാണ് വളർന്ന, എപ്പോഴും ആളും ബഹളവും. പിന്നെ നമ്മൾ ഹോസ്റ്റലൊക്കെ വളരുമ്പോൾ എവരി വൺ വാസ് അറൗണ്ട്. ആദ്യമായിട്ടൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യും. ഈ ഒറ്റപ്പെടൽ കയറി എന്നെ ശരിക്കും അങ്ങ് ബാധിച്ചപ്പോൾ ഞാൻ നിരാശപ്പെടാൻ തുടങ്ങി, സങ്കടം. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇറ്റ്സ് എ പാർട്ട് ഓഫ് പ്രഗ്നൻസി. പ്രഗ്നൻസിയുടെ ആദ്യ സ്റ്റേജിൽ ഇതുള്ളതാണ്. അപ്പോൾ ഞാനോട് നോക്കാം ആദ്യ സ്റ്റേജിൻ്റെ പ്രശ്നമാണ്. മമ്മി അപ്പോൾ വിളിച്ചു പറയും മോനെ പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കുക, പക്ഷെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ 2-3 ദിവസം ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് എന്തോ പ്രശ്നമുണ്ട്, സമാധാനമില്ല. അപ്പം ഞാൻ സമാധാനം ഇല്ലെന്ന് വീട്ടിൽ വിളിച്ച് പറയുമ്പോൾ ആദ്യം നാട്ടിൽ നിന്ന് ലൈക്ക് നമ്മളെ വിദേശത്തോട്ട് കെട്ടിച്ച് വിട്ട പെൺപിള്ളേരാണെങ്കിൽ ആദ്യം പേരൻസ് ചോദിക്കുന്നത് മോളെ ചെറുക്കം കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഞാൻ പറഞ്ഞു അയ്യോ എൻ്റെ മമ്മി അച്ചാച്ചനെ കൊണ്ട് ഒരു കുഴപ്പമില്ല, എന്നേക്കാൾ നല്ലൊരു അച്ചാച്ചനാ, ഒരു കുഴപ്പമില്ല. പിന്നെ എന്തുവാ നിനക്ക് ഇത്ര സങ്കടം? വീടില്ലേ, കാറില്ലേ, അല്ലെങ്കിൽ നിനക്ക് എന്തുവാ പ്രശ്നം? ഞാൻ പറഞ്ഞു എനിക്ക് പ്രശ്നം അറിയത്തില്ല, സമാധാനമില്ല. അങ്ങനെ ഫീൽ ചെയ്യുന്നവരുണ്ടെങ്കിൽ, എല്ലാം ഉണ്ടായിട്ട് സന്തോഷിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ പറയുക കാരണം. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, എന്തുവാന്ന് പറ. ഞാൻ എന്നാ പാപ ചെയ്ത്? എനിക്ക് മാത്രം എന്താ എല്ലാം തന്നെ. ഞാൻ ഓർത്ത് ഇതൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നാട്ടിൽ നിന്ന് ഫ്ലൈറ്റ് കയറിയപ്പോൾ എൻ്റെ ചിന്ത എന്നറിയോ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് അടിച്ച് പൊളിക്കും എന്നുള്ള രീതിയിലാണ് ഫ്ലൈറ്റ് വന്നിറങ്ങി. അതുവരെ ലൈഫ് സ്മൂത്ത് ആയിരുന്നു. ഐ തോട്ട് എവറിത്തിങ് ഇസ് ഗോയിങ് ടു ബി ഗുഡ്, ഞാൻ സന്തോഷിച്ച് ജീവിക്കാൻ പോവാന്ന്. പക്ഷെ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ സന്നിധി എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നപ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവിശ എന്തുവാ എൻ്റെ പ്രശ്നം പറ. അപ്പം കർത്താവ് എന്നോട് പറഞ്ഞു, മോളെ ഒരു കുഴപ്പം നിനക്കുണ്ട്, എന്താണെന്നറിയോ? നിനക്കൊരു വിചാരം ഉണ്ട് നീ എങ്ങനത്തെ ഒരു ക്രിസ്ത്യാനിയാന്ന്, പക്ഷെ എനിക്കൊരു വീക്ഷണമുണ്ട് നീ എങ്ങനെയാന്ന്. അങ്ങനെയുള്ളവരും ഉണ്ട്. നമുക്ക് നമ്മുടെ തന്നെ ഒരു ചിന്തയുണ്ട്. ഞാൻ ഓക്കെ, ചർച്ചിൽ ആരാധന മുടക്കാറില്ല, എല്ലാത്തിനും ഫ്രണ്ടിലുണ്ട്, ഒരു കാര്യത്തിന് എന്നെ മാറ്റി നിർത്താൻ ആർക്കും പറ്റത്തില്ല, എല്ലാ കഴിവുമുണ്ട് എനിക്ക്. പക്ഷേ ഈ ചിന്ത ഉള്ളത് കൊണ്ട് തന്നെയും ഐ വാസ് പെർഫെക്റ്റ്ലി ഫൈൻ. ചിന്തിച്ചു. പരിശുദ്ധാത്മ പറയാം നീ നിന്നെ കാണുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു. പരിശുദ്ധാത്മാ ഒന്നും വെറുതെ വിട്ടില്ല കേട്ടോ, ഹി വാസ് വിത്ത് മീ. പക്ഷെ കുറച്ച് നാൾ ഞാൻ ഈ പരിശുദ്ധാത്മാവിൻ്റെ വോയിസ് എന്ത് ചെയ്തേക്കുമായിരുന്നു, കാരണം അപ്പോൾ എൻ്റെ ഫോക്കസ് അമേരിക്ക വരണം, 6 എഴുതണം, അത് മാത്രം. അപ്പം അതിൻ്റെ ഇടയ്ക്ക് പരിശുദ്ധാത്മാവ് എന്നെ ഓർപ്പിക്കുന്നുണ്ട് നീ എൻ്റെ വേലയ്ക്കുള്ള. അപ്പം ഞാൻ പറയും മ്യൂട്ട്, കേൾക്കണ്ട, അത് കേൾക്കാനുള്ള ഇഷ്ടമില്ല. ഞാൻ അവിടെ പോയി 1 വർഷമെങ്കിലും 6 ജോലി ചെയ്ത് എൻ്റെ സ്വപ്നങ്ങളൊക്കെ പാലിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാം, അൺമ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഈ മ്യൂട്ട് ചെയ്ത് കുറേ നാളെ മ്യൂട്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് കുറേ നാൾ കഴിഞ്ഞ പരിശുദ്ധാത്മാവായിട്ടൊരു കോൺവെർസേഷൻ. ഞാൻ ഒത്തിരി ദിവസം കരഞ്ഞു കേട്ടോ. ഇതൊക്കെ ഞാൻ ഷോർട്ടായിട്ട് പറയുന്നുണ്ടെന്ന് തോന്നില്ല. ഇറ്റ് ടുക്ക് ഓൾമോസ്റ്റ് മന്ത്സ്. ഞാൻ കുറേ കരഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനാ അച്ഛൻ വന്നിരിക്കും, നീ എന്തിനാ കരയുന്നത്? ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല, ഐ ഡോണ്ട് നോ വൈ. അച്ഛൻ എല്ലാം ട്രൈ ചെയ്യുന്നുണ്ട് എന്നെ സന്തോഷിപ്പിച്ചിരുത്താൻ, പക്ഷെ പറ്റുന്നില്ല. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുന്നത്, നിന്നെ ഞാൻ എങ്ങനെയൊക്കെ ആണെന്നൊന്ന് കാണണമെന്ന് ചോദിച്ചു. എന്നെ ഒരു വെളിപ്പാട് കാണിച്ചു. ആ വെളിപ്പാട് ഇങ്ങനെയായിരുന്നു. നമ്മൾ പറഞ്ഞല്ലേ നല്ല വെള്ളയൊക്കെ ഇട്ട് നല്ലൊരു കൊച്ച്. അപ്പം ഞാൻ കാണുന്ന എൻ്റെ വീക്ഷണത്തിൽ ഞാൻ നല്ല കൊച്ചാ, ഞാൻ പാപമൊന്നും മറ്റുള്ളവരെ പോലെ ആരെയൊക്കെ പോലെ പാപമൊന്നും ചെയ്യണം. 10 കൽപ്പന അനുസരിക്കുന്നവളാണ് ഞാൻ. 10 കൽപ്പന ഞാൻ അനുസരിക്കുന്നുണ്ട്. ദൈവസന്നിധി ഇരിക്കുമ്പോൾ കർത്താവ് എന്നെ ഞാൻ നിന്നെ കാണിച്ചു തരാം. നാട്ടിലെ ചാണകക്കുഴി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? ഇവിടെ UK വളർന്ന കുഞ്ഞുങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഉള്ളവർ വീട്ടിൽ ചെന്ന് മമ്മിയോട് ചോദിച്ചാൽ മതി എന്തോ വന്നു കേട്ടോ. ഇവിടെ ഞാൻ വന്നപ്പം ഒത്തിരി പശുക്കളെ കണ്ടു. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ കാണുമായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ചാണകക്കുഴിയിൽ നിന്ന് ഒരാൾ ഇങ്ങനെ എഴുന്നേറ്റ് വരികയാണ്. ഞാൻ ഓർത്ത് ഇതാരാ? നോക്കിയപ്പോൾ ഞാനാ. ദേഹത്ത് മൊത്തം എന്തുവാ, വെള്ളച്ചുരിദാറെ മൊത്തം ചാണകമാണ്. അപ്പം കർത്താവ് പറഞ്ഞു ഇതാ നീ എൻ്റെ മുമ്പിൽ. അപ്പം ഞാൻ ചോദിച്ചു അപ്പം ഞാൻ ചെയ്തതൊക്കെയോ? അയ്യോ
കർത്താവെ അങ്ങനെ പറയരുത്. ഞാൻ ഒരു ഞായറാഴ്ച പോലും ആരാധന മുടക്കാറില്ല, ഞാൻ ഭയങ്കര നല്ലതാ. കർത്താവ് പറഞ്ഞു, മോളെ നിന്റെ വീക്ഷണത്തിൽ നീ പെർഫെക്റ്റാ. നീ ഉപവസിക്കുന്നവളാ, നീ പ്രാർത്ഥിക്കുന്നവളാ, നീ ആരാധിക്കുന്നവളാ, നീ ദശാംശം കൊടുക്കുന്നവളാ, സ്തോത്ര കാഴ്ച കൊടുക്കുന്ന എല്ലാം കൊണ്ട് നീ പെർഫെക്റ്റാ. ബട്ട് എൻ്റെ സൈറ്റിൽ നീ ഇതാന്ന് പറഞ്ഞു. അന്നാണ് ഞാൻ പറയുന്നത്, ഞാൻ വിട്ട് ഉരുണ്ട് കിടന്ന് വീട്ടിൽ കിടന്ന് കരഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, അപ്പാ വൈ, ഇതെന്തുകൊണ്ട് എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്ത പാപം എന്താ? ഞാൻ 10 കൽപ്പന അനുസരിക്കുന്നവളാ. അപ്പം ആ രീതിയിലാണ് നീ അതിനെ കാണുന്നത്, പക്ഷെ എൻ്റെ കണ്ണിൽ കൂടെ നീ കാണണം അതെന്നാന്ന്. അപ്പോൾ ഒരു കാര്യം ചെയ്യും, നമുക്ക് ക്ലാസ് തുടങ്ങാമെന്ന് പറഞ്ഞു. ആദ്യമായി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാളെന്നോട് ചോദിച്ചു, അക്സസ് സിസ്റ്റർ ഏത് ബൈബിൾ സ്കൂളിലാണ് പഠിക്കുന്നതെന്ന്. അപ്പോൾ ചിലരൊക്കെ എന്നോട് ചോദിക്കും ബൈബിൾ സ്കൂളിൽ പഠിക്കുമെന്ന്. അപ്പോൾ ഞാൻ ആദ്യമേ പറയുക, എൻ്റെ ബൈബിൾ സ്കൂളിൻ്റെ പേര് ഫീറ്റ് ഓഫ് ജീസസ് യൂണിവേഴ്സിറ്റി, FJU. എന്താന്ന് പറയാം? ഫീറ്റ് ഓഫ് ജീസസ്. രാവിലെ പരിശുദ്ധാത്മാവിൻ്റെ ക്ലാസ്സിൽ കയറും, പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിക്കും. ആദ്യം പഠിപ്പിക്കും എന്നെ, ഏത് വചനം പ്രസംഗിക്കുന്നതിന് മുമ്പ് ആദ്യം എന്നെ ഒന്ന് പഠിപ്പിക്കും. ഓക്കെ, പരിശുദ്ധാത്മാവിൻ്റെ ക്ലാസ്സിൽ നിന്ന് പഠിച്ചിറങ്ങുന്നത്. അപ്പോൾ അതിനകത്ത് പരിശുദ്ധാത്മാവിൻ്റെ ക്ലാസ് റൂമിലോട്ട് എന്നെ ആദ്യത്തെ അഡ്മിഷന് കയറ്റുക. പറഞ്ഞു, ബാ നമുക്ക് പോകാം. പ്രാക്ടിക്കല്ല, ഇപ്രാവശ്യം തിയറി ഒന്നും ഇല്ലെന്ന് പറഞ്ഞു. കയറ്റി സർജറി ടേബിളെ കിടത്തിയിട്ട് പറഞ്ഞു, ബാ നമുക്കിന്ന് തുടങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ എടുപ്പിച്ച വചനമാണ്. ഞാൻ ചോദിച്ചു, എൻ്റെ ഉള്ളിൽ എന്താ കിടക്കുന്നത് പറഞ്ഞു തരാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞ വചനമാണ് ഞാൻ ഈ പറയുന്നത്. 1 Peter chapter 2 verse 1 and 2. എന്നെ മാനസാന്തരത്തിലേക്ക് നയിച്ച വചന. എല്ലാവരും പറഞ്ഞു എന്നെ സന്തോഷിപ്പിച്ച വാക്യം വായിക്കാമെന്ന് പറയും. എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ വാക്യം വായിക്കാൻ. ഒരു ചർച്ചിൽ പോയി ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ ഒരു ആൻറ്റി ചോദിച്ചു, മോളെ ഈ വാക്യമൊക്കെ ആരെങ്കിലും സന്തോഷിപ്പിച്ചായിട്ട്? ഞാൻ പറഞ്ഞു, സന്തോഷിപ്പിച്ചെന്നല്ല, അപ്പോൾ ആൻറ്റി കേട്ടില്ലേ എന്ന് ചോദിച്ചു. ഞാൻ അവിടെ എഴുന്നിട്ട് പറഞ്ഞു, എന്നെ മാനസാന്തരപ്പെടുത്തി വാക്യം വായിച്ചുകൊണ്ടിരുന്നോളാമെന്നാ. അത് ആൻറ്റി ശ്രദ്ധിച്ചില്ല. എല്ലാ ദുഷ്ടതയും എല്ലാ ചതിവും ഇതൊക്കെ കാര്യങ്ങൾ സന്തോഷിപ്പിച്ചു. എനിക്ക് ആ വാക്യം എപ്പോൾ വായിച്ചാലും സന്തോഷമാണ്. കാരണം എൻ്റെ ഭാവം എനിക്ക് എന്ന് പറഞ്ഞാൽ അധികം ഇളച്ച് കിട്ടിയവൾ അധികം സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഇത് മറഞ്ഞടി കിടക്കുമായിരുന്നു. കർത്താവ് ഇതെല്ലാം പുറത്തെടുത്ത് കാണിച്ചിട്ട് ഇതാ നീയെന്ന്. ഓക്കെ, അപ്പം ഇന്ന് പരിശുദ്ധാത്മാവ് ഇത് എന്നോട് പറയാൻ പറഞ്ഞത് ഇതൊരു ട്രൂ കൺഫെഷനാണ്. ഞാൻ പലയിടത്തും ഇത് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് എനിക്ക് പേടിയൊന്നും തോന്നിയിട്ടില്ല. കാരണം എന്താണെന്നറിയോ, ഈ പാപം ഇളച്ച് കിട്ടിയവർക്ക് എന്തുവാ മറച്ചു വെക്കാനുള്ളത്? എന്തുവാ പെർഫെക്ഷൻ? കർത്താവല്ലേ നമ്മളെ പെർഫെക്റ്റ് ആക്കിയേ? ഇല്ലേ? എൻ്റെ പേര് എൻ്റെ മഹത്വം പോകുന്നൊന്നും എനിക്കില്ല. കർത്താവ് തന്ന മഹത്വം, കർത്താവ് തന്ന പേരുവാ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയും, ഇത് മറച്ചു വെച്ച അനേകർ ഇതേ മറവിൽ ഇങ്ങനെ അങ്ങ് പോകുമാ. ഒരു പേരുണ്ട്, എന്താണെന്നറിയോ? വിശ്വാസി എന്ന് ഒരു പേരുണ്ട്. ചിലപ്പോൾ ഒരു പൊസിഷൻ കാണും, ആ പൊസിഷൻ്റെ മറവിൽ ഇങ്ങനെ പോകുക. പക്ഷെ മറഞ്ഞ് അകത്ത് കിടക്കുന്ന ചില അശുദ്ധമുണ്ട്. ഇന്ന് പകൽക്കാലം അതെല്ലാം പുറത്തെടുത്തില്ലെങ്കിൽ കർത്താവിൻ്റെ കാഹളനാദത്തിൽ ഇവിടെ നിന്നിരിക്കുന്ന ഒറ്റ ഒരെണ്ണം പൊങ്ങി പോകത്തില്ല. നിങ്ങൾക്ക് പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്തോ മറഞ്ഞു കിടക്കുന്നതെന്ന്. നിങ്ങളൊക്കെ വീട് ക്ലീൻ ചെയ്യുന്നവരല്ലേ? മാസത്തിലൊരിക്കലാണോ, ഡെയിലി ആണോ, ആഴ്ചയിലൊരിക്കലാണോ? ബി ഹോണസ്റ്റ്. നമ്മളൊക്കെ ജോലിക്കാരെ, ഞാനും അങ്ങനെയൊക്കെ തന്നെ എല്ലാ ദിവസവും ഒന്നും ക്ലീൻ ചെയ്യത്തില്ല. എന്നാലും പറ, ഡെയിലി അറ്റ്ലീസ്റ്റ് ഡെയിലി ലിവിങ് റൂമും പറ, ഡൈനിങ് റൂം, കിച്ചൺ. ഗുഡ് ജോബ്, ദാറ്റ്സ് ഇറ്റ്. ഞാനും അത് തന്നെ. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ലിവിങ് റൂം പെർഫെക്റ്റ് ആയിട്ടാണോ ക്ലീൻ ചെയ്യുന്നത്? ആണോ? വിസിബിൾ ഏരിയസ്, ദാറ്റ്സ് വെരി ട്രൂ. പാസ്റ്റർ വീട്ടിൽ വരുവാന്ന് പറഞ്ഞോ, ഒരോട്ടം ഉണ്ട്. ലിവിങ് റൂമിലോട്ട് ചെല്ലുന്നു, സോഫയിൽ നിന്ന് തുണിയെല്ലാം എടുത്ത് മാറ്റുന്നു, പെട്ടെന്നൊരു തൂപ്പ് പിന്നെ ഒരു തൂക്കം. നോക്കുമ്പം പാസ്റ്റർ ചിലപ്പോൾ വീട്ടിൽ വന്ന് പറയും, എന്നാ നല്ല വൃത്തിയും ജോലിയൊക്കെ ഉണ്ടായിട്ട് ആ സഹോദരി നല്ല വീട് വൃത്തിക്കാണ്. പക്ഷെ എങ്ങാനും ഗതികേടിന് പാസ്റ്ററുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും താഴെ പോയി പാസ്റ്റർ എടുക്കാൻ വേണ്ടി കുനിയുമ്പോൾ സോഫയുടെ അടിയിൽ നോക്കിയാൽ ഉണ്ടല്ലോ, പിള്ളേരുടെ ടോയ്സും തലയിലിടുന്നതും സ്കാർഫോ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ അടിയിൽ കാണും. ഇന്ന് ഡൗട്ടുള്ളവർ ഒന്ന് പോയി സോഫയുടെ അടിയൊന്ന് നോക്കിയാൽ മതി. എന്ത് പൊടിയുണ്ടെന്നറിയോ? UK വന്നതിന് ശേഷം ഇന്ന് വരെ അത് എന്ത് ചെയ്തിട്ടില്ലായിരിക്കും, ക്ലീൻ ചെയ്തിട്ടുണ്ടാവില്ല. നമ്മൾ ഹോണസ്, ഞാനും അങ്ങനെയൊക്കെ തന്നെ. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. അല്ല, ഞാൻ ഇന്നും ക്ലീൻ ചെയ്യുന്ന ആളൊന്നുമില്ല. ഈ സോഫയൊക്കെ പൊക്കാൻ നമുക്ക് ആരോഗ്യം വേണ്ടേ, ഇല്ലേ? അപ്പം നമ്മളിതുപോലെ നമ്മൾ എന്ന് ശുദ്ധീകരണം പ്രാപിക്കും എപ്പോഴാണെന്നറിയോ? കർത്തൃമേശയുടെ മുമ്പിൽ. കർത്താവേ, ഒറ്റ പ്രാർത്ഥനയിലുള്ള ശുദ്ധീകരണം. ഓടിയുള്ളൊരു പ്രാർത്ഥനയാണ് കർത്തൃമേശ. അപ്പം വരുമ്പോൾ അയ്യോ പ്രാർത്ഥിച്ചില്ലല്ലോ. കർത്താവേ, എൻ്റെ വാക്കിൽ പ്രവർത്തനം, സംസാരയുടെ വാൾ പ്രവർത്തനങ്ങൾ, ദുരുമണ നോട്ട, ചിന്താഭാവം കൊടുക്കൽ വാങ്ങി വന്നല്ല എന്നോട് ക്ഷമിക്കണം. ഈശ്വരനെ കർത്താവിനെ കഴിച്ചുദ്ധീകരിക്കണം. ഈശ്വരൻ നാമത്തിൽ ആമേൻ. കഴിഞ്ഞു. പക്ഷേ നിങ്ങൾക്ക് തന്നെ ശിക്ഷാവധി തിന്നുകയും കുടിക്കുകയും ചെയ്യുക. അപകടത്തിലേക്കാണ്. ഞാനും പണ്ട് ഓർത്തിട്ടുണ്ട്, ശിക്ഷാവധി തിന്നുകയും കുടിക്കുക എന്നൊക്കെ പറഞ്ഞപ്പം ഇവരാരും തട്ടിപ്പോകുന്നില്ലോ. നമ്മൾ സഭയിലാണേ വളർന്നതേ. അതുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ പൊളിറ്റിക്സ് കളിക്കുന്നവരൊക്കെ ജീവനോട്ടുണ്ട്, ഇവരാരും തട്ടിപ്പോകുന്നില്ലല്ലോ. അപ്പോൾ എനിക്കും കഴിക്കാം, നമ്മളും കഴിക്കുക. പക്ഷേ ആ 2018 ആദ്യമായി ഞാൻ കർത്തൃമേശ മുടക്കാൻ തുടങ്ങി.
കാരണം എനിക്ക് ആദ്യമായി ഹൃദയത്തിൻ്റെ മനസാക്ഷി കുത്തു തുടങ്ങാൻ തുടങ്ങി. എനിക്കെടുക്കാൻ ആ പാത്രത്തിന് ഞാൻ യോഗ്യല്ലെന്ന് മനസ്സിലായി. സകല ദുഷ്ടത, ആദ്യത്തെ ക്ലാസ് റൂമിൽ കയറ്റി പഠിപ്പിച്ച ദുഷ്ടത. എന്നെ നോക്കി ദുഷ്ടയെന്ന് വിളിച്ചാൽ ഒക്കെ വേണ്ട, ഞാൻ ഷീനാൻ്റെ നോക്കി ദുഷ്ടയെന്ന് വിളിക്കട്ടെ? വിളിച്ചാൽ എന്നാ പറയുന്നറിയോ? കോമൺലി പറയുക എന്നാ പറയുന്നറിയോ? എന്നാലും ആ കൊച്ചിനെ ഇവിടെ UK കൊണ്ടുവന്ന് പ്രസംഗം കേൾപ്പിക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ട് ആ കൊച്ചെൻ്റെ മുഖത്ത് ദുഷ്ട. നമുക്ക് ആർക്കും ഇഷ്ടമുള്ള പേരല്ല ദുഷ്ടയെന്ന് വിളിക്കുന്നത്. ഹസ്ബൻഡ് വിളിച്ച് ഇഷ്ടപ്പെടുവോ? അച്ഛൻ എന്നാ പറച്ചിലാ പറഞ്ഞു, ഞാൻ എന്തോ ദുഷ്ടത്തര കാണിച്ചു. നമ്മളങ്ങ് തുടങ്ങും. നമുക്ക് തമാശയ്ക്ക് പോലും ആരും ദുഷ്ടയെന്ന് വിളിക്കുക നമുക്ക്. പക്ഷെ കർത്താവ് നിങ്ങളെ നോക്കി വിളിക്കുക, നിൻ്റെ ഉള്ളിൽ ദുഷ്ടതയുണ്ടെന്ന് പറഞ്ഞാൽ മക്കളെ നമുക്ക് എന്തോ പറഞ്ഞ് എക്സ്ക്യൂസ് പറയാൻ എന്താ ഉള്ളേ? ഇപ്പം ഞാനോർത്ത് ഞാൻ എന്തോ ദുഷ്ടതയെ കാണിച്ചുകൊണ്ടിരുന്നെന്ന്. ഇപ്പം പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്നാണ് നിങ്ങളോട് ഈ വചനം ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവാൻ കേട്ടോ. അന്ന് എന്നോട് കർത്താവ് പറഞ്ഞ ആദ്യത്തെ ദുഷ്ടത, ഞാൻ ഭയങ്കര ദേഷ്യക്കാരിയായിരുന്നു, ഭയങ്കര ദേഷ്യക്കാരി. പക്ഷെ രക്ഷിക്കപ്പെട്ടതാ, സ്നാനപ്പെട്ടത്, അഭിഷേകം പ്രാപിച്ചത്, അന്യഭാഷയും പറയും. ഭയങ്കര ദേഷ്യ. ആ ദേഷ്യം മൊത്തം കാണിക്കുന്ന എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ അന്ന് ടീച്ചറായിരുന്നു. ഇന്ന് ദൈവം അനുവദിച്ചാൽ, ദൈവം അതിനൊക്കെ ഒരു നീതിയുണ്ട്. ഇന്ന് ഈവനിങ് ആകുമ്പോൾ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് എന്നെ കാണാൻ വരുന്നുണ്ട് റോഷിയുടെ വീട്ടിൽ. അവളോട് ചോദിച്ചാൽ മതി, അവൾ അതിനകത്ത് പാർട്ടിസിപ്പേറ്റഡ് ആയ ഒരാളാണ് എൻ്റെ ദേഷ്യത്തിൻ്റെ കാര്യത്തിൽ. അവളെ ഇരുത്തി ഞാനിത് പറയാം. ഭയങ്കര ദേഷ്യക്കാരിയായിരുന്നു ഞാൻ. പഠിപ്പിക്കുന്ന സമയത്ത് നല്ല ദേഷ്യം വന്നാൽ, കാരണം ഞങ്ങളുടെ ടീച്ചേഴ്സ് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. നഴ്സിംഗ് കാലമൊക്കെ ഓർക്കുന്നുണ്ടോ? കെയർ പ്ലാനൊക്കെ ആകാശത്തൂടെ പോയതൊക്കെ ഓർമ്മയുണ്ട്. ഞങ്ങളുടെയൊക്കെ കാലത്ത് അങ്ങനെയായിരുന്നു. കെയർ പ്ലാനൊക്കെ കീറി ആകാശത്തൂടെ കളയുന്നു. ദേഷ്യം വരും നമുക്ക്. ടീച്ചേഴ്സ് ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഞങ്ങളുടെ ടീച്ചേഴ്സ് ഞങ്ങളെ വിളിച്ചിട്ടുണ്ട് യൂസ്ലെസ് ഫെലോ എന്നൊക്കെ. ഞാൻ നോക്കിയപ്പോൾ നല്ലൊരു വാക്ക് ഇംഗ്ലീഷിൽ, നല്ല രസമുണ്ട് കേൾക്കാൻ. അർത്ഥമൊന്നും ചിന്തിച്ചല്ല. ഞാനും ടീച്ചറായപ്പം എൻ്റെ ഫ്രണ്ടിൽ ആർക്ക് തെറ്റ് കാണിച്ചു വന്നാലും ഞാനും ഇത് വിളിക്കാൻ തുടങ്ങി. ദേഷ്യം വന്നിട്ട് അങ്ങോട്ട് പെർഫോമൻസ് അല്ലേ, പഠിച്ചങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. അപ്പം ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് സാരിയൊക്കെ കൊടുത്ത് ടീച്ചറൊക്കെയാണ്, ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ടീച്ചറാവുന്നോർത്ത് വരുന്ന പിള്ളേരെ എല്ലാം അങ്ങ് ദേഷ്യപ്പെടും. ഒരു ചെറിയ കാര്യം കുഞ്ഞുങ്ങൾ കാണിച്ചാൽ മതി, ഭയങ്കര ദേഷ്യമാണ്. പക്ഷേ ഈ ദേഷ്യപ്പെടുമ്പോൾ പറയുന്ന വാക്കുകളൊക്കെ ഇറ്റ്സ് എ പാർട്ട് ഓഫ് മൈ ജോബ്. അങ്ങനെ ഞാൻ കണ്ടിരുന്നേ. ഇതൊന്നും എനിക്ക് കുത്തൊന്നും കൊണ്ടുവന്നിട്ടില്ല. പക്ഷേ കർത്താവിന് ഓരോ വാക്കും വിലപ്പെട്ടതാ. ഇതൊന്നും ഈ വാക്യത്തിനൊന്നും അർത്ഥം എനിക്കറിയില്ലായിരുന്നു കേട്ടോ. നിങ്ങൾ പറയുന്ന ഓരോ നിസാര വാക്കിനും, നിങ്ങൾ പറയുന്ന ഓരോ നിസാര വാക്കിനും ദൈവസന്നിധി കണക്ക് കൊടുക്കേണ്ടി വരും. നിസാര വാക്കെന്ന് പറഞ്ഞാൽ എന്നറിയോ? ഒരാളെ നോക്കി ചേന്ന് പറഞ്ഞാലും ആ ബുക്കിൽ എഴുതപ്പെടുവാന്ന്. അതുകൊണ്ട് വാക്കൊക്കെ സൂക്ഷിക്കണമെന്ന്. വായി തോന്നുന്നത് വിളിച്ചു പറയാൻ ദൈവം മക്കൾക്ക് അധികാരവും അവകാശവും ഇല്ല. എൻ്റെ വീട്, എൻ്റെ നാവ്, എൻ്റെ കുടുംബം എന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ പണിത സഭയാ, വിളിച്ചു പറയാൻ പറ്റത്തില്ല. ഇന്നലെ ഞാൻ മീറ്റിങ്ങിൽ പറഞ്ഞു, നാവ്, ആ നാവേല ജീവനും മരണവും ഇരിക്കുന്നത്. നാവ് നിയന്ത്രിക്കുന്നതാണ് നമ്മുടെ ജീവിതം. നാവിനെ സൂക്ഷിച്ചില്ലെങ്കിൽ നരകത്തിലോട്ട് പോകാം. ഇതെനിക്കറിയില്ലായിരുന്നു. ഞാൻ ഓർത്ത പാർട്ട് ഓഫ് ദ ജോബാന്ന്. എന്നാൽ പരിശുദ്ധാത്മാവ് വന്ന് എനിക്ക് മാനസാന്തരം തന്നിട്ട് പറഞ്ഞു, ഹല്ലേലൂയ, നീ ഒരുപാട് പേരെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്കൊന്നും ഒത്തിരി കടക്കുന്നില്ല, പറയാൻ പോയി ഒത്തിരി ഉണ്ട് കേട്ടോ. ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞിട്ട് എന്നോട് ആദ്യം തന്ന ടാസ്ക് എന്താണെന്നറിയോ? സ്റ്റുഡൻസിനെ എല്ലാം വിളിച്ച് ക്ഷമ പറയാൻ പറഞ്ഞു. അയ്യോ, നമ്മുടെ ഈഗോയൊക്കെ അങ്ങോട്ട് എഴുന്നേക്കും. കർത്താവേ, ഞാൻ ടീച്ചറാ, വർഷം കഴിഞ്ഞ് ഇപ്പം അമേരിക്കയിലാ, ഇവിടെ വന്നെങ്ങനെ സ്റ്റുഡൻസിനെ വിളിച്ച് ക്ഷമ പറയുന്നത്? കർത്താവ് പറഞ്ഞു, ക്ഷമ പറയാതെ നിനക്ക് എൻ്റെ കൂടെ പന്തിയിലിരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. സമയങ്ങൾ എടുത്തിരുന്ന് പ്രാർത്ഥിച്ചിട്ട്, അന്ന് എനിക്ക് ഇവരുടെ ആരുടെ നമ്പറില്ല, പക്ഷേ ഫേസ്ബുക്ക് ഉണ്ടായിരുന്നു. ഫേസ്ബുക്കിൽ പോയി ഓരോരുത്തരെയും അങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുന്ന ചോദ്യം ഇത് എന്നെ ഓർമ്മയുണ്ടെന്ന്. അപ്പോൾ അവർ പറയും പിന്നെ ഓർമ്മയുണ്ടെന്ന് പറയും. അപ്പോൾ എൻ്റെ വിചാരം എന്നറിയോ? പിള്ളേർക്ക് നമ്മളെ ഭയങ്കര ഇഷ്ടമല്ലായിരുന്നു. എനിക്ക് നല്ല യാത്രയൊക്കെ തന്നെ ഇവർ വിട്ടു. അപ്പോൾ എൻ്റെ വിചാരം എന്നെ ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഇവർ പറയുന്നതെന്നാ. പക്ഷേ ഇഷ്ടം ഉണ്ടായിട്ടല്ല. ഒരു കൊച്ച് അതിൻ്റെ എക്സ്പ്ലനേഷൻ തന്നെ തന്നു. ചേച്ചി എങ്ങനെയാണ് മറക്കുന്നത്? ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുക്കുന്ന വ്യക്തി നിങ്ങളാണ്. നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾക്ക് കൈ തരുന്നവരും കെട്ടിപ്പിടിക്കുന്നവരൊക്കെ നിങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അകത്തെടുത്ത് നോക്കിയാൽ അറിയാം, നിങ്ങൾ പറഞ്ഞ വാക്കുകൊണ്ട് മുറിപ്പെട്ടവരാണെങ്കിൽ പുറമേ ചിരിക്കും കേട്ടോ, പുറമേ വാക്ക് പറയും കേട്ടോ, പക്ഷെ അവരുടെ ഹൃദയത്തിൽ വെറുപ്പുണ്ടെങ്കിൽ നിങ്ങൾ അറിയത്തില്ല. നിങ്ങളുടെ ഉള്ളിലും കാണും വെറുപ്പ്. നിങ്ങൾ തന്നെ ഒന്ന് ലിസ്റ്റ് എഴുതിയിരിക്കും, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പുള്ളവരുടെ ലിസ്റ്റ് ഒന്ന് എഴുതിയാൽ അറിയാം എത്ര പേരുണ്ടെന്ന്. അപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരോട് ക്ഷമ പറയിപ്പിച്ചു. എൻ്റെ ക്ലാസ്മേറ്റ്സിനോട് ക്ഷമ പറയിപ്പിച്ചു. ക്ലാസ്മേറ്റ്സ് അങ്ങനെ ഒരു ക്ഷമ പറഞ്ഞ ഒരാളെ ഇവിടെ UK വന്ന് കാണാനും അവരുടെ കൂടെ 2 ദിവസം സ്റ്റേ ചെയ്യാനും കർത്താവ് കൃപ തന്നു. അവൾ എന്നോട് ചോദിച്ചു, നീ എന്തിനാടി വർഷങ്ങൾ കഴിഞ്ഞിട്ട് ക്ഷമയൊക്കെ ചോദിച്ചൊരു എസ്സേ എഴുതിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മോനെ, പരിശുദ്ധാത്മാവിൻ്റെ ക്ലാസ്സിൽ കയറി കഴിഞ്ഞാൽ അത് ചെയ്യാതെ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകത്തില്ല. മനസ്സിലാവുന്നുണ്ട്? ക്ഷമ പറയിപ്പിച്ചു. അത് ഈസി ആയിരുന്നേ. ഇനി അടുത്തൊരു കാര്യം പറയാം. ദുഷ്ടത്തരം കഴിഞ്ഞിട്ട് ഏറ്റവും വലിയ പ്രശ്നം, ഞാനിത് എല്ലായിടത്തും പ്രസംഗിക്കുന്ന കേട്ടോ, ചിലരൊക്കെ ഈ റിപ്പീറ്റേഷനായിട്ട് കേൾക്കുമായിരിക്കും. കാരണം കർത്താവ് യോഹന്നാൻ സ്നാപകൻ ഒറ്റ ദൂതേ ഉള്ളായിരുന്നു. എന്താ? മാനസാന്തരം. എൻ്റെ അതാ. ചിലപ്പോൾ റിപ്പീറ്റേഷനൊക്കെ കേൾക്കും, കുഴപ്പമില്ല.
കാരണം അങ്ങനെയുള്ളവരുള്ളത് കൊണ്ടാണ് പരിശുദ്ധാത്മാവ് എന്നോട് ഈ ദൂത് പറയാൻ പറഞ്ഞത്. മുറുകെ പറ്റുന്ന പാപം ഇത് പോകത്തില്ല. ഏറ്റവും വലിയ നമ്മുടെ വിശ്വാസ സമൂഹത്തിൽ കിടക്കുന്ന ഏറ്റവും വലിയൊരു പാപം, നിസാരമെന്ന് കാണുന്നൊരു പാപം, ഇത് ഞാൻ ദുഷ്ടത്തര എൻ്റെ ഒരു ഇതായിട്ട് പറഞ്ഞതാണെങ്കിലും പരിശുദ്ധാത്മാവ് പലപ്പോഴും ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോഴും കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ഒരുങ്ങുമ്പോഴും ഏത് മീറ്റിങ്ങിൽ പോയാലും കർത്താവിനോട് പറയും, മോളെ ഇതൊന്ന് അവിടെ ഓർപ്പിക്കണേ, ഞാൻ അവരെ സ്നേഹിക്കുന്നുണ്ട്. എന്താണെന്നറിയോ? അൺഫോർഗീവ്നെസ്. സോറി ചോദിക്കാൻ എളുപ്പമാണ്, മനസ്സിലായോ? ഞാൻ സോറി ചോദിക്കും, അത് എളുപ്പമില്ലേ? വല്ല ചെയ്തമുണ്ടോ സോറി? അത് പറയാൻ എന്തൊരു എളുപ്പം. നമ്മൾ കർത്താവിനോട് സോറി പറയും, മനുഷ്യരോട് സോറി പറയും. അച്ചായനോട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ 10 മിനിറ്റ് അച്ഛാ സോറി അച്ഛാ, അച്ഛൻ എന്നെ അറിയാമല്ലോ, എനിക്ക് സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷേ സോറി. അത് പറയാൻ എളുപ്പമാണ്. പക്ഷേ എനിക്ക് അന്ന് വരെ അറിയാത്തൊരു കാര്യമുണ്ട്. എൻ്റെ വിചാരം, എന്നെ ഒത്തിരി പേര് വേദനിപ്പിച്ചിട്ടുണ്ട് കേട്ടോ, ഇല്ലെന്നൊന്നുമല്ല. നമ്മൾ അങ്ങോട്ട് വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ തിരിച്ച് നമ്മളത് കൊയ്യുമല്ലോ. എനിക്കും വേദന കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് ചോദ്യമുണ്ട്, എന്നെ മാത്രം എന്താ എല്ലാവരും ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? എന്നെ അങ്ങോട്ട് പോകുമ്പോൾ തട്ട്, ഇങ്ങോട്ട് പോകുമ്പോൾ തട്ട്. പക്ഷെ ഞാൻ ചിന്തിക്കുന്നില്ല, ഞാൻ വിതച്ചതാ ഞാൻ എന്ത് ചെയ്യുന്നത്? കൊയ്യുന്നത്. ചില വേദന എങ്ങനെ പണ്ട് വിതച്ചത് ഓർത്താൽ മതി. നമ്മളും പലപ്പോഴും പലരും എന്ത് ചെയ്തിട്ടുണ്ട്? വേദനിപ്പിച്ചിട്ടുണ്ട്. കൊയ്യുക. പല നിന്ദകളും പരിഹാസങ്ങളും അപമാനങ്ങളും എൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ ഞാൻ ഓർത്തിട്ടുണ്ട്, ഇതെന്താ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഈ വാക്കുകൾ കൊണ്ട് എന്നെ മുറിപ്പെടുത്തുന്നത്? അപ്പം മുറിപ്പെടുത്തി കഴിഞ്ഞിട്ട് അവർ വന്ന് പറയും, എൻ്റെ മോളെ അപ്പുറത്തെ വിഷമത്തിൽ പറഞ്ഞ സോറി. ഞാൻ പറയും, അയ്യോ അതൊന്നും കുഴപ്പമില്ല, സാരമില്ല, അപ്പുറത്തെ വിഷമത്തിൽ പറഞ്ഞല്ല, സാരമില്ലെന്ന് പറയും. എൻ്റെയും വിചാരം ഞാനത് ഫൊർഗീവ് ചെയ്തെന്നാ. പക്ഷേ അമേരിക്കയെ കൊണ്ടുവന്ന് ആ റൂമിനകത്തിരുത്തി പഠിപ്പിച്ചപ്പോൾ കർത്താവ് എന്നോട് പറയാ, മോളെ നീ പറഞ്ഞത് മാത്രമേ ഉള്ളൂ, ഉള്ളിൽ നിന്ന് അത് പോയിട്ടില്ല കേട്ടോ. ഇന്ന് ഏറ്റവും വലിയ മെസ്സേജ് അതാ കേട്ടോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഉള്ളിൽ ഇന്നും ചിലത് വെച്ചുകൊണ്ടിരിപ്പുണ്ട്, വർഷങ്ങളായിട്ടുള്ളത്, പാരമ്പര്യമായിട്ട് കൊണ്ടു നടക്കുന്ന ചില പക, പിണക്കം, ഓക്കെ, അൺഫോർഗീവ്നെസ്. പരിശുദ്ധാത്മാവ് എന്നോട് പറയാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുക കേട്ടോ. അൺഫോർഗീവ്നെസ് ഉള്ളവർ ഇതിനകത്തിരിപ്പുണ്ട്. അൺഫോർഗീവ്നെസ് വലിയൊരു പ്രശ്നമാണോ സിസ്റ്ററെ? അങ്ങനെയൊക്കെ ആർക്കെങ്കിലും പൊറുക്കാൻ പറ്റുമോ സിസ്റ്ററെ എന്ന് ചോദിച്ചാൽ അൺഫോർഗീവ്നെസ് വലിയൊരു പ്രശ്നമാണ്. അൺഫോർഗീവ്നെസ് കൊടുക്കാതെ കർത്തൃമേശ എടുത്താൽ അത് അതിനേക്കാൾ വലിയ പ്രശ്നമാണ്. മനസ്സിലായോ? ഞാൻ അതിനൊരു വാക്യം നിങ്ങളെ കൊണ്ട് പെട്ടെന്നൊന്ന് വായിപ്പിക്കാം. അൺഫോർഗീവ്നെസ് വലിയൊരു പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് നിങ്ങളെ കൊണ്ട് തന്നെ വായിപ്പിക്കുക ഞാനത്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം ഒന്ന് എടുത്തേ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യങ്ങളൊന്ന് വായിക്കാമോ? നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കയില്ല. എല്ലാവരും കേട്ടല്ലോ അല്ലേ? ഈ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന എല്ലാ ക്രിസ്ത്യാനികളും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് അല്ലേ? ചിലർ കൊന്ത ചൊല്ലി 1000 വട്ടം പ്രാർത്ഥിച്ചു കാണും. പക്ഷെ അതിനകത്ത് നമ്മൾ അറിയാതെ കിടക്കുന്ന ഒരു വലിയ മർമ്മം കിടപ്പുണ്ട്. എന്താണെന്നറിയാമോ? ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ. ആ പോലെ എന്നുള്ള വാക്കിൻ്റെ അടുത്ത് എല്ലാവരും ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ. എല്ലാവരും ബൈബിൾ കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ട്. അണ്ടർലൈൻ ചെയ്തിട്ടില്ലെങ്കിൽ ആ വാക്കൊന്ന് അണ്ടർലൈൻ ചെയ്യണം. മിക്കവരുടെയും ആ പ്രാർത്ഥനയുടെ അടിയിൽ എവിടെ അണ്ടർലൈനിങ് എന്നറിയോ? ഞങ്ങൾക്ക് അന്നുള്ള ആഹാരം തരണമെന്ന്. അതിൻ്റെ ഇടയിൽ അണ്ടർലൈൻ എന്തായാലും കാണും, ഉറപ്പല്ല. ഇപ്പം തന്നെ ബൈബിൾ നോക്കൂ. അത് മതിയല്ലോ നമുക്ക് അന്നുള്ള ഭക്ഷണം. കർത്താവ് ഇങ്ങനെ ഭക്ഷണം തന്ന് എല്ലാം തന്നു, വീസ തന്നു, നന്മ തന്നു. കർത്താവിൻ്റെ വിചാരം ഇതൊക്കെ തന്നാൽ അങ്ങനെയെങ്കിലും ഒന്ന് എൻ്റെ അടുക്ക വരുമെന്നാ. ഇത് കർത്താവ് ഓരോന്ന് തരുന്നതല്ലാതെ കർത്താവിൻ്റെ അടുക്ക ചെല്ലുന്നതും ഇല്ല, മാനസാന്തരപ്പെടുന്നില്ല. അപ്പം കർത്താവ് പറഞ്ഞു, മോളെ നമ്മൾ ഓർക്കണം, ഈ കർത്താവിന് നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോയില്ലേ എന്തെങ്കിലും പറ്റുമോ? എനിക്കതിന് ഏറ്റവും ഇഷ്ടമുള്ള ഉദാഹരണം അറിയാമെന്നറിയോ? ആശാരിപദേശിയുടെ. ഈ പണ്ടത്തെ അമ്മച്ചിമാർക്കറിയാം കേട്ടോ ആശാരിപദേശി ആരാന്ന് ചോദിച്ചാൽ മതി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ദേവദാസനാണ് ഈ ആശാരിപദേശി പാസ്റ്റർ അപ്പച്ചൻ്റെ ഒരു വാക്കുണ്ട്, എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിക്കും. സ്വർഗത്തിൽ കപ്പക്കോല് കുഴിച്ചിട്ടാലും യെസ് മാനസാന്തരപ്പെടാത്ത ഒരെണ്ണത്തെ കർത്താവ് സ്വർഗത്തിൽ കൊണ്ടുപോകത്തില്ലെന്ന്. എന്ന് വെച്ചാൽ കപ്പക്കോല് കൊണ്ട് സ്വർഗം മൊത്തം നിറഞ്ഞാൽ സ്ഥലം ഒത്തിരി ഉണ്ടല്ലോ. മാനസാന്തരപ്പെടാത്തവരെ കർത്താവിന് വേണ്ടെന്ന്. മനസ്സിലായോ? യഥാർത്ഥ മാനസാന്തരത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത്. അൺഫോർഗിവ്നെസ് ഉണ്ടെങ്കിൽ പോകത്തില്ല. എങ്ങനെ സിസ്റ്ററെ അങ്ങനെ പറയാൻ പറ്റും? പറയാം. നിങ്ങളുടെ കടക്കാരോട് നിങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞാനും നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും നിങ്ങളോട് ക്ഷമിക്കും. എന്നെ ഒരാൾ വേദനിപ്പിച്ചു, ഇപ്പം എക്സാമ്പിൾ ഷീന ആൻറ്റി വന്ന് എന്നോട് എന്തെങ്കിലും പറഞ്ഞു, എനിക്കത് വിഷമമായി.
ഷീനാൻറ്റി വന്ന് മോളെ പറഞ്ഞു പോയടാ, അപ്പുറത്തെ പ്രഷർ കൊണ്ട് ഞാനങ്ങ് പറഞ്ഞു, നീ എന്നോട് അങ്ങ് ക്ഷമിക്ക്. ഓക്കെ ആൻറ്റി, നോ പ്രോബ്ലം. ആൻറ്റി ഫ്രീ ആയി. ആ ലോയിൽ ആൻറ്റി ഫ്രീ. ആൻറ്റി പോയി. ക്ഷമ കൊടുക്കേണ്ടത് ആരാന്നറിയോ? ഞാനാ. വാക്കുകൊണ്ട് കൊടുത്തു, പക്ഷെ ഹൃദയത്തിൽ കൊടുത്തോ ഇല്ലെന്ന് എങ്ങനെ അറിയുന്നെന്ന് ഞാൻ പറഞ്ഞുതരാം. അൺഫോർഗിവ്നെസ് ഉള്ളവർക്ക് ഈ സിംറ്റം പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പറയാമേ? റെഡിയല്ലേ? ആ സിംറ്റം ഉള്ളവരൊന്നും ആരെ നിനക്കുണ്ടെന്ന് പറയണ്ട, എനിക്കുണ്ടെന്ന് പറഞ്ഞാൽ മതി. കേട്ടല്ലോ? ഭർത്താവിനുണ്ടെന്ന് പറയരുത്. ഇന്ന് ഈ മെസ്സേജ് വീട്ടിൽ ചെന്ന് ഒറ്റ ഭർത്താക്കന്മാരോട് അച്ചായൻ ഈ പ്രശ്നം ഉണ്ടെന്ന് പറയരുത്. നിങ്ങൾക്കാ പ്രശ്നം. ഓക്കെ? നിങ്ങൾ മാനസാന്തരപ്പെട്ട അച്ചായൻ മാനസാന്തരപ്പെട്ടോളൂ. ഓക്കെ? അപ്പോൾ പ്രശ്നം ഇവിടാ. ഷീന ആൻറ്റി വൈകുന്നേരമായപ്പോൾ എന്നെ വിളിച്ചിട്ട് പറയാ, മോളെ ഞാൻ വീട് വരെ ഒന്ന് വരുന്നുണ്ട് കേട്ടോ, 2 ദിവസം നിങ്ങളുടെ കൂടെ താമസിക്കുക. ഇപ്പോൾ എക്സാമ്പിൾ US തന്നെ ആയിക്കോട്ടെ. ഷീനാൻറ്റിയുടെ വിചാരം എന്നാ? ഹക്സയ്ക്ക് ഭയങ്കര. അപ്പോൾ ഞാനും ഫോണിൽ കൂടെ, അയ്യോ ആൻറ്റി അതിനെന്തോ ധൈര്യമായിട്ട് പോര്, ഫാമിലി ആയിട്ടാണോ? അയ്യോ വാ നമുക്ക് 2 ദിവസം ഇവിടെയൊക്കെ കറങ്ങാൻ ഭയങ്കര സന്തോഷമാണ്. ഫോൺ അങ്ങോട്ട് വെച്ച് കഴിയുമ്പോൾ അച്ഛൻ, എൻ്റെ ഹസ്ബൻഡ് ആരാ? അതാ UK ആ സിസ്റ്റർ. എൻ്റെ തീയും എൻ്റെ അച്ഛാ, എന്താ പുള്ളിക്കാരി എനിക്കിട്ട് ചെയ്തെന്നറിയാമോ? എന്നിട്ട് വരുക. നീ എന്നാ പറഞ്ഞു? വരാൻ പറഞ്ഞല്ലോ, വരാതിരിക്കാൻ പറഞ്ഞ മോശമല്ലേ? UK വിളിച്ച് എനിക്ക് ഫുഡൊക്കെ തന്നല്ലേ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് ചോദിക്കുക, എടി അവർ സോറി പറഞ്ഞില്ലേ? സോറി പറഞ്ഞെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് അങ്ങനെ അങ്ങോട്ട് ആ വാക്കൊന്നും അങ്ങോട്ട് മരിച്ചാലും ഞാൻ അവർ ചെയ്തത് എന്ത് ചെയ്യത്തില്ല. ആ സിംറ്റം ഉള്ളവരൊക്കെ ചിരിച്ചിട്ടുണ്ടേ. അപ്പം മാനസാന്തരപ്പെട്ടോണം. ഫോർഗീവ്നെസ് കൊടുത്തിട്ടുള്ളതെന്നുണ്ട് ഏറ്റവും വലിയ തെളിവ്. ഷീനാൻറ്റി വരും എന്ന് പറയുമ്പോൾ ഞാൻ ഉള്ളുകൊണ്ട് സന്തോഷിക്കും, പുറമേ ഉള്ളതല്ല, ഉള്ളുകൊണ്ട് സന്തോഷിക്കും. ഷീനാൻറ്റി ചെയ്തൊന്നും ഞാൻ ഓർക്കത്തില്ല, കാരണം ഷീനാൻറ്റി സോറി പറഞ്ഞതാ, ഞാനത് വിട്ടുകൊടുക്കും. പിന്നെ അടുത്തൊരു പ്രശ്നമുണ്ട്, ഞാൻ അതും കൂടെ കൂട്ടി പറയാം. അൺഫോർഗിവ്നെസ്സിനകത്ത് കണക്റ്റഡ് അത്. ഈ 1 പത്രോസ് 2-ാം അധ്യായത്തിൽ ഒരു വാക്യം കൂടെ നിങ്ങൾ വായിച്ചോ, വ്യാജഭാവം. അതുള്ളവരുണ്ട് ഇതിനകത്ത്. സിസ്റ്റർ എനിക്ക് നല്ല ഭാവമാണ്, എൻ്റെ ഭാവം കണ്ടിട്ട് ആരെങ്കിലും പറയട്ടെ വ്യാജഭാവമാണ്. നമ്മളതിന് വ്യാജരാന്ന് പറയത്തില്ല. അയ്യോ ഇപ്പം നമ്മളെപ്പോലെ വ്യാജര. പക്ഷെ നമ്മൾ വ്യാജ സാധനങ്ങൾ കണ്ടുപിടിക്കാൻ നമ്മൾ മിടുക്കരാ. വ്യാജത്തേന്. പക്ഷെ ഏറ്റവും വലിയ വ്യാജൻ ആരാന്നറിയോ? ഈ വ്യാജം തെളിയിക്കാൻ നിൽക്കുന്ന നമ്മളാ. നമ്മുടെ ഉള്ളിൽ കിടക്കുക വ്യാജം. ആദ്യത്തെ വ്യാജം പറയാം. ഈ ഷീനാൻറ്റി വന്ന് ഡോറ് തുറക്കുന്നിടം വരെ മമ്മിക്കറിയാവോ പുള്ളിക്കാരി എന്നോട് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, ആ വാക്കൊന്നും ഞാൻ മറക്കത്തില്ല, ഇങ്ങനെ പറയുമ്പോഴാണ് ഹോളിംഗ് ബെൽ അടിക്കുന്നത്. അപ്പത്തിന് എന്നാ ചിരിയാന്നറിയോ? ഓടിച്ചെന്നിട്ടോ ഷീനാൻറ്റി കയറി വാ. എന്നോ പിന്നെ എൻ്റെ അപ്പ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം കർത്താവ് പറയുമ്പോൾ ഞാൻ ചോദിക്കുക, കർത്താവ് എല്ലാവരും. അപ്പൊ കർത്താവ് എന്താ പറയുന്നേ? ഞാൻ ഷീനാൻറ്റിയോട് ദേഷ്യം കാണിക്കണോ? കയറി വരുമ്പോൾ നിങ്ങൾ അങ്ങനെ പറഞ്ഞെന്ന് പറയണോ? അല്ല, അങ്ങനെ അല്ല. പക്ഷെ കർത്താവ് പറഞ്ഞ നീ കബളിപ്പിക്കുക. ഷീ സോ ഇന്നസെന്റ്. പുള്ളിക്കാരി എൻ്റെ അടുക്ക വരുന്നു, എനിക്ക് ഗിഫ്റ്റ്സ് കൊണ്ടുവരുന്നു, എന്നോട് സ്നേഹം കാണിക്കുന്നു. പക്ഷെ ഞാൻ എന്തോ കാണിക്കുന്നേ? കാപട്യം. ഇത് തന്നെ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലും കാണിക്കും. പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോവാ. വ്യാജഭാവം ഉണ്ടോ? ഉണ്ട്. ഭർത്താവിനോട് കാണും, അമ്മായിയമ്മയോട് കാണും, നാത്തുമാരോട് കാണും, ജോലി സ്ഥലത്ത് കാണും. കർത്താവ് പറയാ വ്യാജഭാവം ദൈവം വെറുക്കുന്നെന്ന്. അൺഫോർഗീവ്നെസ് ഇസ് ദ ബിഗസ്റ്റ് സിൻ. ഇതെവിടാ കിടക്കുന്നറിയോ? സോഫായുടെ അടി കിടക്കുന്ന പോലെ വെള്ളയുടെ ഉള്ളിൽ കിടക്കുക. മനസ്സിലായോ? നമ്മുടെ പ്രാർത്ഥനയുടെ ഉള്ളിൽ കിടക്കുക. വർഷിപ്പ് ലീഡ് ചെയ്യുന്നതിൻ്റെ ഉള്ളിൽ കിടക്കുക. അതായത് പാട്ടുകൊണ്ട് ഇതിനെ കവർ ചെയ്യും, പ്രസംഗം കൊണ്ട് ഇതിനെ കവർ ചെയ്യും, ജീവിത വിശുദ്ധി കൊണ്ട് കവർ ചെയ്യും. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. ഈ ചാണകത്തിൽ നിന്ന് കയറി വന്ന ആൾ ഒരു വെള്ള ചുരിദാർ ഇട്ടുകൊണ്ട് ഇവിടെ കയറി വന്ന പ്രശ്നം എന്നാ? കഴുകിയില്ല, പക്ഷെ പുറത്തിട്ടുകൊണ്ട് വന്ന ആളെ കുഴപ്പം എന്നാ? അല്പം കഴിയുമ്പം എല്ലാവർക്കും മനസ്സിലാവാൻ തുടങ്ങും. അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ തലമുറ. നമ്മൾ നമ്മുടെ തലമുറയോട് ഒരു മക്കളെ നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ, ചർച്ചിൽ വന്ന് അടങ്ങിയിരിക്കണം, പാട്ടൊക്കെ പാടണം, പ്രാർത്ഥിക്കണം, കർത്താവുമായിട്ട് ആഴമേറിയൊരു ബന്ധം വേണം. അപ്പം ആ കൊച്ച് നമ്മളെ നോക്കിയിട്ട് ആൻറ്റി ചാണകത്തിൻ്റെ പുറത്ത് ഷോളിട്ടുകൊണ്ട് വരുന്നുണ്ട്. എന്താണെന്നറിയോ? ഈ കൊച്ച് നോക്കുമ്പം ആ കൊച്ചിന് മണക്കുന്നുണ്ട്. എവിടുന്നാണെന്നറിയാവോ? ആൻറ്റിയുടെ പ്രവൃത്തിയും പറച്ചിലും തമ്മിൽ അങ്ങോട്ട് ചേരുന്നില്ല. മനസ്സിലായോ? അപ്പം നമ്മുടെ ജീവിതം, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നിങ്ങളാരാ നിങ്ങളുടെ ഭർത്താവിനോട് ചോദിക്കണം നിങ്ങളാരാന്ന്. ചർച്ചയിൽ കാണിക്കുന്നതല്ല നിങ്ങൾ. നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞാൽ ഞാൻ പറയാം പെർഫെക്റ്റ്. അഭിനയം നിർത്തണം. ഞാൻ ഒത്തിരി അഭിനയിച്ചത്, അതുകൊണ്ട് എനിക്കറിയാം. മനസ്സിലായോ? ഈ അൺഫോർഗീവ്നെസ് അകത്ത് കിടന്നുള്ള കുഴപ്പം എന്താ പറ്റുന്നതെന്നറിയാമോ? കർത്താവ് നമ്മൾ കർത്തൃമേശയുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ
എന്നോട് ക്ഷമിക്കണേ. അപ്പോൾ ഒറ്റയടിക്ക് കർത്താവ് ചെയ്യുന്ന കാര്യം 1 സെക്കൻഡ് ക്ഷമിക്കാം, ഞാൻ നോക്കട്ടെ നീ എങ്ങനെ എല്ലാവരോടും ക്ഷമിച്ചതെന്ന്. അപ്പോഴാണ് ഷീന സിസ്റ്ററുടെ എൻ്റെയും ആ റെക്കോർഡ് അവിടെ ഓപ്പൺ ആവുന്നത്. അപ്പോൾ നോക്കുക, ഷീനയോട് നീ എത്രയാണ് ക്ഷമിച്ചത്? 10%. ബാക്കി 90 കിടക്കും. അപ്പോൾ കർത്താവ് മേളിൽ നിന്ന് എന്താ പറയുന്നത് ശരിക്കും? നിന്നോട് ഞാൻ പറ 10% ക്ഷമിക്കും. പക്ഷെ നമ്മൾ വിശ്വാസത്താ ചിന്തിക്കുന്ന കർത്താവ് 100% ക്ഷമിച്ചു എന്ന് ഓർത്ത് അപ്പവും വീഞ്ഞും എടുത്ത് കുടിക്കുക. പക്ഷെ ക്ഷമ കിട്ടിയിട്ടില്ലെന്ന്. ക്ഷമ കിട്ടിയെന്ന് എങ്ങനെ അറിയുന്നെന്നറിയാമോ? എനിക്ക് പാടായിരുന്നു. എൻ്റെ ജീവിതത്തിൽ എല്ലാവരോടും ഞാൻ പറയുക, ഏറ്റവും കൂടുതൽ ടൈം എടുത്ത് പുറത്തു വരാൻ ഞാൻ എടുത്ത സമയം 3 months അൺഫോർഗിവ്നെസ് ചെയ്യുന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് ദ ഹാർഡസ്റ്റ് തിങ് ഐ ക്യാൻ ഡു. സോറി പറയാൻ എനിക്ക് എല്ലാവരോടും പറ്റി. ഹൃദയപൂർവ്വം ഞാൻ ക്ഷമ ചോദിച്ചു. പക്ഷേ ക്ഷമ കൊടുക്കാൻ പാടായിരുന്നു. കാരണം ഓരോ വട്ടം അവരുടെ പേര് ഞാൻ പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ അവർ പറഞ്ഞത് മാത്രമാണ് കയറി വരുന്നത്. ഞാൻ പെട്ടെന്ന് നിർത്തുക. ഇതെങ്ങനെ പറ്റുന്നു എന്ന് സിസ്റ്റർ എന്ന് ചോദിച്ചാൽ കർത്താവ് പറഞ്ഞു, ഞാൻ ക്ഷമിച്ചതുപോലെ നിങ്ങൾ ക്ഷമിക്കണമെന്ന്. കർത്താവ് എങ്ങനെയാണ് ക്ഷമിച്ചത്? കർത്താവ് നമ്മുടെ പാപം എങ്ങനെ ക്ഷമിച്ചത്? അപ്പം നിങ്ങൾ ചോദിക്കുക, അപ്പം സിസ്റ്റർ അവർ പറഞ്ഞതൊക്കെ നമ്മൾ മറക്കണം. അങ്ങനെ മറക്കാൻ പറ്റുമോ? മറക്കാൻ പറ്റും. ഞാൻ അതിൻ്റെ ടെസ്റ്റിമണിയാണ്. ദൈവം എന്നോട് അന്ന് പറഞ്ഞു, നീ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഇവർക്ക് വേണ്ടി. ഒരു ലിസ്റ്റ് ഇങ്ങോട്ട് തന്നിട്ട് ഇവരുടെ ഓരോരുത്തരുടെയും പേരെഴുതി വെച്ച് ഞാൻ കരയാൻ തുടങ്ങി. ആദ്യത്തെ ദിവസം പ്രാർത്ഥിച്ചപ്പോൾ ഭയങ്കര പരാതി പറച്ചിലായിരുന്നു. അവരെന്നോട് അങ്ങനെ പറഞ്ഞു, ഇവരെന്നോട് ഇങ്ങനെ പറഞ്ഞു. അതെങ്ങനെയാണ് മറക്കാൻ പറ്റുന്നത്? ഓരോ ദിവസം കഴിഞ്ഞ് ടുവേർഡ്സ് ദി എൻഡ് വന്നപ്പോൾ ഉണ്ടല്ലോ, ഈസി ആയിട്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട്. അവരുടെ ഭാരം എൻ്റെ ഭാരമായി തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി, പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ സ്നേഹത്തിൻ്റെയും ആത്മാവിൻ്റെ ഫലത്തിൻ്റെ വിത്തിട്ട് തുടങ്ങിയെന്ന്. അതുവരെ ആത്മാവിൻ്റെ ഫലം പറച്ചിലി മാത്രമേ ഉള്ളായിരുന്നു. അപ്പം ഞാൻ ഈ പറയുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ ഫലമാകുന്ന സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയാ, പരോപകാരം, വിശ്വസ്തതയൊന്നും ഇല്ലെങ്കിൽ നമ്മൾ പോകത്തില്ല. അപ്പം നമ്മൾ അപകടത്തിലേക്കല്ലേ പോക്ക്? നമ്മൾ പോലും അറിയാതെ വീസായും ടിക്കറ്റും എടുത്ത് എങ്ങോട്ടാ പോകുന്നതെന്നറിയോ? പറ, നരകത്തിലോട്ടാ. കർത്താവ് എന്നോട് പറഞ്ഞു ഇവിടെ വന്നത് പ്രസംഗിക്കാൻ. അതുകൊണ്ട് ഞാൻ US നിന്ന് ഇവിടെ വന്നത് നിങ്ങളെല്ലാം കണ്ട് ഹായ് പറയാനല്ല, മാനസാന്തരത്തിനൊത്ത ഫലം കായ്ക്കണം. അൺഫോർഗിവ്നെസ്. ഒരു വാക്യം കൂടെ ഞാൻ പെട്ടെന്ന് വായിക്കും. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 19-ാമത്തെ വാക്യം, 19-20 ഒന്ന് വായിക്കാമോ? ഗലേഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 19 and 20. ജഡത്തിന്റെ പ്രവൃത്തികളോ, ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുൻപേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ടാസ്ക് തരും. ഇന്ന് വൈകിട്ട് വീട്ടിൽ പോയിട്ട് ഒറ്റയ്ക്ക് ഒരു മുറിക്കുള്ളിൽ കയറിയിട്ട് ഈ വചനം എടുത്തിട്ട് ഇതിൻ്റെ അണ്ടർലൈൻ ചെയ്യണം. ഇതിനു മുമ്പ് എൻ്റെ ബുക്കിൽ ഗലാത്യ ലേഖനം 5-ാം അധ്യായം 19-20 അണ്ടർലൈൻ ചെയ്തിട്ടില്ല. ആത്മാവിൻ്റെ ഫലത്തിൻ്റെ അടി മാത്രം അണ്ടർലൈൻ ഉള്ളായിരുന്നു. ആദ്യം ദൈവാത്മാവിനോട് പറഞ്ഞു ഇതിൻ്റെ അടി ഇപ്പോൾ ഇതിനെക്കൊള്ളതെല്ലാം അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞു. പകയുടെ അടിയിൽ അണ്ടർലൈൻ വന്നു, പിണക്കത്തിൻ്റെ അടിയിൽ അണ്ടർലൈൻ വന്നു, അസൂയയുടെ അടിയിൽ അണ്ടർലൈൻ വന്നു, എല്ലാത്തിൻ്റെ അടിയിൽ അണ്ടർലൈൻ വന്നു കഴിഞ്ഞിട്ട് കർത്താവ് ചോദിച്ചു, ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല. നിങ്ങൾക്ക് പാസ്റ്ററെ കളിപ്പിക്കാം, ആൻറ്റിയെ കളിപ്പിക്കാം, എല്ലാവരെയും കളിപ്പിക്കാം. പകയില്ലെന്ന് പറയരുത്. ദൈവമക്കളിൽ പകയുണ്ട്. ദൈവമക്കളെ, ശരിക്കും പകയുണ്ട്. കുടുംബങ്ങളിൽ പകയുണ്ട്. പിണക്കമില്ലെന്ന് പറയരുത്. പിണക്കമുണ്ട്. പിണങ്ങിയിരിക്കുന്ന എത്ര പേരുണ്ട് നോക്ക്. കുടുംബത്തിലുള്ളവർ തൊട്ട് നോക്ക്. അപ്പനമ്മ, ചേട്ടന്മാർ, അനിയന്മാർ, സമുദായത്തിലുള്ളവർ, പിണക്കമുള്ളവരുണ്ട്. പിന്നെ നമുക്കൊരു ചിന്തയുണ്ട്, വിശ്വാസികളോട് മാത്രമേ ക്രമം പ്രാപിക്കാവുള്ളൂ. അല്ല, എന്നെ കൊണ്ട് കർത്താവ് സ്റ്റുഡൻസിനോട് ക്ഷമ പറഞ്ഞതിനകത്തൊരു ഹിന്ദു കൊച്ചുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കർത്താവിനോട് ചോദിച്ചു, അതൊക്കെ കർത്താവ് ഓർത്തിരിക്കുന്നുണ്ടോന്ന്. കർത്താവ് പറഞ്ഞു, അതും എൻ്റെ പൈതൽ തന്നെയാന്ന്. അന്ന് എനിക്കൊരു വലിയ റെവലേഷൻ ഓപ്പണായി വന്നത്. ഞാൻ ഓർത്ത വിശ്വാസികളോട് പറഞ്ഞതൊക്കെ റെക്കോർഡിലാണ്. കർത്താവ് പറഞ്ഞ അല്ല. ആ കൊച്ചിനോട് ക്ഷമ പറഞ്ഞപ്പോൾ കർത്താവ് എന്നോട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, അതെൻ്റെ കണ്ണ് തുറന്നൊരു കാര്യമാണ് കേട്ടോ. കണ്ണ് തുറന്നൊരു കാര്യമാണ്. കർത്താവ് എന്നോട് പറഞ്ഞു, നീ പോലും അറിയാതെ നീ അതിനോട് ദേഷ്യപ്പെടുമ്പോൾ നിൻ്റെ കാതയിലും കഴുത്തിലും ഒന്നുമില്ല. നീ ഒരു പെന്തുക്കോസ് കൊച്ചാന്ന് അതിന് കാണുമ്പോഴേ അറിയാം. അതിലുപരി നീ ഒരു പാസ്റ്ററുടെ മോളാന്ന് അതിനറിയാം. പക്ഷെ നീ പ്രസൻറ്റ് ചെയ്യുന്ന എന്നാന്നറിയാമോ? ജഡത്തിൻ്റെ ഫലമാ.
ഒരു വലിയ പ്രശ്നം ഒളിഞ്ഞു കിടപ്പുണ്ട്. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ കോപം വരും എന്നൊരു വാക്യമുണ്ട്. എന്താണെന്നറിയോ? ഞാൻ കാണിക്കുന്ന ഈ അനീതി കൊണ്ട് സത്യമാകുന്ന ക്രിസ്തു ആ കുഞ്ഞിൽ ജനിക്കാൻ അക്സ തടസ്സമായിരുന്നു. ഉദാഹരണം, നിങ്ങളുടെ വീട്ടിലുള്ളവരോട്, ഇപ്പം സമുദായത്തിൽ നിന്നൊക്കെ വന്നവരോട് ഞാൻ പറയാം, നിങ്ങളുടെ വീട്ടിലുള്ള ഒരാളോട് നാളെ പോയി ഒരാൾ സുവിശേഷം പറയാം. അപ്പോൾ പറയാം, കർത്താവിനെ അറിയണം, പെന്തുക്കോസാരാണോ? അതെ. അയ്യോ വേണ്ട പറയല്ലേ, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരു കൊച്ചു പെന്തുക്കോസിൽ ഇറങ്ങിയിട്ടുണ്ട്. അയ്യോ എന്തോ മൂത്ത അസൂയ എന്നറിയാമോ, എന്നാ പിണക്കാന്നറിയാമോ, എന്നാ പകയാണെന്നറിയോ, ഒന്ന് അതിരെ തൊട്ടപ്പം മനസ്സിലായി ആളാരാന്ന്. ഞങ്ങൾ നിൽക്കുന്നിടത്ത് തന്നെ നമ്മൾ ഓർക്കിത് കുഴപ്പമില്ലെന്ന്, പക്ഷെ വലിയ കുഴപ്പമുണ്ട്. എന്താണെന്നറിയോ? നിങ്ങളുടെ അനീതി കൊണ്ട് ക്രിസ്തുവാകുന്ന സത്യം അവരുടെ ഹൃദയത്തിൽ ജനിക്കാൻ നിങ്ങൾ മാത്ര തടസ്സം. ആ വ്യക്തി നരകത്തിൽ പോയാൽ നിങ്ങളോട് കണക്ക് ചോദിച്ചിരിക്കും ദൈവം. ദൈവം പറയുന്നത് എന്നറിയോ? നിന്നെ ആ കുടുംബത്തിൽ വിട്ടത്, നിന്നെ ആ കുടുംബത്തിൽ നിന്ന് വേർതിരിച്ചത് അവരുടെ മുമ്പിൽ എന്നെ കാണിക്കാനായിരുന്നു. പക്ഷെ നീ കാണിച്ചതെന്നറിയും നിന്നെ തന്നെയാ. ബൈബിളിലൊരു വാക്യമുണ്ട്, ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കണമെന്ന്. പക്ഷെ നമ്മൾ പെന്തുക്കുസാർക്കൊരു കുഴപ്പമുണ്ട്, നമ്മൾ മരിപ്പിക്കത്തില്ല, മരവിപ്പിക്കും. മരവിപ്പിച്ചവർ എത്ര വേണ്ടെന്ന് ഞാൻ പറയട്ടെ പെട്ടെന്ന്. ചിലർ ദേഷ്യം വരുമ്പോൾ പറയണം, എൻ്റെ പഴയ സ്വഭാവം എടുപ്പിക്കരുത്. അതിൻ്റെ അർത്ഥം അതവിടെ കിടപ്പുണ്ട്, ഇപ്പോൾ എഴുന്നേക്കും. കുറച്ച് നേരത്തെ ഇങ്ങനെ ആരാധന വരുന്നവർ 3 മണിക്കൂറത്തെ ഇങ്ങനെ മരവിപ്പിച്ചിടും. ചിലരില്ലേ രാവിലെ എന്നൊക്കെ, കർത്താവേ എനിക്ക് രാവിലെ കൃപ തരണം, ഇന്ന് ആരാധനയായിപ്പോയി, ഒന്നും പറയാനും പറ്റത്തില്ല, വാ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. 3 മണിക്കൂറൊക്കെ മരവിപ്പിക്കും. സഭയെ വരുന്നിടം വരെ മരവിപ്പിക്കുക. ഈ അനസ്തേഷ്യ കൊടുക്കാൻ പറയല്ലോ, കുറച്ച് കഴിയുമ്പോൾ മരവിപ്പ് മാറും. മരവിപ്പ് മാറുമ്പോൾ റിയാലിറ്റി വരും, ഇല്ലേ? മരിപ്പിക്കണമെന്ന കർത്താവ് പറഞ്ഞു. മരിപ്പിക്കാന്ന് പറഞ്ഞാൽ എന്നാ? ഒരു ശവത്തിന്റെ മുമ്പിൽ പോയി നിങ്ങളൊന്ന് അടിച്ചേ, തിരിച്ചെഴുന്നേറ്റ് വന്ന് അടിക്കുവോ? പഴയ പാസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കി, എഴുന്നേക്കുവോ? പക്ഷെ മരവിപ്പിച്ചാലോ? മരവിപ്പ് മാറിയാ തിരിച്ചു കൊടുക്കും. ഓക്കെ, എനിക്കറിയാം അത്ര നല്ല നിങ്ങൾ ഉദ്ദേശിച്ച മെസ്സേജ് ഒന്നുമല്ലെന്ന്, പക്ഷേ എനിക്ക് സന്തോഷമാണ്. കർത്താവ് പറഞ്ഞ അസൈൻമെൻറ്റ് തീർന്നു. കർത്താവ് എന്നോട് പറഞ്ഞത് ഈ വാക്യ, ബിഹോൾഡ് ഐ ആം കമ്മിങ്. അവിടെ നിപ്പുണ്ട് തൊട്ടടുത്ത്. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നുകൊണ്ട് പറയാം, മോളെ മോനെ മാനസാന്തരപ്പെടണേ, മാനസാന്തരപ്പെടണേ. നീ ചിന്തിക്കുന്നതല്ല ആത്മിക ജീവിതം. ദൈവത്തിൻ്റെ കണ്ണിക്കൂടെ നോക്കുമ്പോൾ നീ ആരാണ്, അതാ നീ. അല്ലാതെ പാസ്റ്റർ നിങ്ങളെക്കുറിച്ച് പറയുന്ന സർട്ടിഫിക്കറ്റ് അല്ല, ഞാൻ പറയുന്നതല്ല. കർത്താവിനോട് ചോദിക്കണേ ഇന്ന്, കർത്താവേ എന്നെ എങ്ങനെ അങ്ങ് കാണുന്നത്? അങ്ങയുടെ സന്നിധി ഞാൻ വിശുദ്ധിയുള്ളവളാണോ? ദൈവമക്കളെ, അങ്ങനെ 1.5 വർഷം വീട്ടിലിരുത്തി എന്നെ ഓരോ പാടത്തിൽ കൂടെ കടത്തി വിട്ടിട്ട് കർത്താവ് പറഞ്ഞു, ഇനി ഞാൻ നിന്നെ എൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കുവാന്ന് പറഞ്ഞു. മനസ്സിലായോ? അല്ലാതെ ഈ പകയും പിണക്കോ അസൂയൊക്കെ ഉള്ളി വെച്ചുകൊണ്ട് എനിക്കിവിടെ ഒന്ന് പ്രസംഗിക്കാൻ പറ്റുമോ? കണക്ക് കൊടുക്കണ്ടേ? അപ്പം കർത്താവ് പറഞ്ഞു, ആദ്യം ഇതൊക്കെ മാറ്റിയിട്ട് വരാൻ പറഞ്ഞു. വീടിനകത്തിട്ട് പണിത് ഒട്ടച്ച് അഹങ്കാരം, ഉന്നത ഭാവം, നികള ഹൃദയം ഒക്കെ മാറണം കേട്ടോ. നിങ്ങളുടെ ഉള്ളിൽ ആരുടെയെങ്കിലും ഉള്ളിൽ ഉന്നത ഭാവം, നികള ഹൃദയം ഉണ്ടെങ്കിൽ ഒത്തിരി ഭയക്കണം കേട്ടോ. ഞാൻ എന്തോ ആണ്, ഞാൻ എവിടം വരെയൊക്കെയോ ആയെന്നുള്ള ഭാവം ഉണ്ടെങ്കിൽ ഇന്ന് അതൊക്കെ തച്ചുടച്ചോണം. എന്നെ ഭയപ്പെടുത്തുന്ന ഒരു വാക്യമുണ്ട്, സദൃശ്യവാക്യങ്ങൾ 6-ാം അധ്യായത്തിനകത്ത്. 6 കാര്യം ഞാൻ വെറുക്കുന്നു, 7 കാര്യം എനിക്ക് അറപ്പാകുന്നു. ഗർവമുള്ള കണ്ണ്, പിന്നെ വ്യാജമുള്ള നാവ്. ഗർവമുള്ള കണ്ണ്. ചിലരുടെയൊക്കെ നിപ്പും നമ്മളെ ഒരു നോട്ടമൊക്കെ നോക്കിയാൽ, ഹു ആർ യു? ഞാൻ ആരാന്നറിയോ? ഞാനിവിടുത്തെ വലിയ ആളാ. കർത്താവ് നിന്നെ നോക്കി പറയുന്ന പേരെന്താണെന്നറിയോ? എനിക്ക് അറപ്പാന്ന്. വെറുപ്പും അറപ്പും തമ്മിൽ 2 വ്യത്യാസമുണ്ട്. ഓ എനിക്കത് ഇഷ്ടമല്ല, എനിക്ക് വെറുപ്പാന്ന് പറയാം. അറപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖഭാവം വരെ മാറും. എങ്ങനെ പറയും? ഡിസ്കസ്റ്റിംഗ്, ഐ ഹേറ്റ്. നിങ്ങൾക്ക് ക്യാൻ യു ഇമാജിൻ? ദൈവം നിങ്ങളെ നോക്കിയിട്ട് പറയാം, പ്ലീസ് ഗെറ്റ് അവേ ഫ്രം മീ. എനിക്ക് നിങ്ങളെ, ഇത് ആരെ നോക്കിയാ പറഞ്ഞതറിയോ കർത്താവ്? എനിക്ക് നിങ്ങളെ അറിയത്തില്ലെന്ന്. ഡോണ്ട് തിങ്ക് നോൺ ബിലീവേഴ്സ് ആന്ന്. ആരെ നോക്കി പറഞ്ഞേ? പ്രസംഗിച്ചവരെ പറ. പ്രസംഗിച്ചവര്, പ്രവചിച്ചവര്, സുവിശേഷം പറഞ്ഞവര്, ചർച്ച വന്ന് ആരാധിച്ചവര്, ആരാധന ലീഡ് ചെയ്തവര്, പാട്ട് പാടിയവര്, എല്ലാം ഉണ്ട് അതിനകത്ത്. കർത്താവ് പറയാ, ആരാ? എനിക്കറിയത്തില്ലല്ലോ. ബിക്കോസ് യു നോ വൈ? എന്താണെന്നറിയാമോ? ഇതൊക്കെ പുറമേ ചെയ്തു, പക്ഷെ അകത്തിതൊന്നും കർത്താവിനോട് സ്നേഹമില്ലെന്ന്. ഒരു ഭാഗം കൂടെ ഞാൻ പറഞ്ഞിട്ട് നിർത്തുക പ്ലീസ്. ഈ ഭാഗം കൂടെ പറയണം. എല്ലാം നുണയെ നീക്കണമെന്ന് പറഞ്ഞു. നമ്മൾ നുണ പറയുവോ? ഞാൻ എല്ലായിടത്തും പറയുന്നൊരു കാര്യമാണ്, നമ്മൾ നുണ പറയത്തില്ല, നുണ പാടും.
നുണ പറയത്തൊന്നുമില്ല, പക്ഷെ നുണ പാടും. ഭയങ്കര നുണയാ പാടുന്നത്. ഞാൻ പാടത്തില്ല എല്ലാ പാട്ടും, അതുകൊണ്ട് കേട്ടോ. മാനസാന്തരപ്പെടുത്തിയതിന് ശേഷം സെലക്റ്റീവ് പാട്ടേ പാടത്തുള്ളൂ. വാ തുറന്ന് പാടാൻ വരുമ്പം വേണ്ട കർത്താവേ, എനിക്കത് പാടാനുള്ള യോഗ്യതയില്ല. എന്താണെന്നറിയാമോ? ഞാൻ പാടാത്ത കുറേ പാട്ടുണ്ട് കേട്ടോ. അതിനകത്ത് ഒരു പാട്ട്, അങ്ങേക്കാൾ വേറെ ഒന്നിനെയും ഞാൻ പറയത്തില്ലത്. കാരണം ദൈവത്തെക്കാൾ പലതിനെയും നമ്മൾ ഇല്ലെന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് ചങ്കുറ്റത്തോടെ നെഞ്ചത്തെ കൈ വെച്ചിട്ട് പറയാൻ പറ്റും? വേറെ ഒന്നിനെ സ്നേഹിക്കുന്ന നമ്മുടെ ലിസ്റ്റിലുള്ള ഭർത്താവും മക്കളും ഒക്കെ അല്ല, നമ്മൾ നമ്മളെ ആദ്യം സ്നേഹിക്കുന്നേ. ഇന്ന് ഒരാൾ വന്ന് ഇവിടെ വന്നിട്ട് കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിന്റെ ജീവൻ തരാൻ പറഞ്ഞ എത്ര പേര് എന്നാ കൊന്നോ? പൗലോസിനെ പോലെ കഴുത്ത് വെച്ച് കൊടുക്കുവോ? ഇല്ല. നമുക്ക് നമ്മളോട് ആദ്യം സ്നേഹം. കാരണം നമ്മൾ ഇന്ന് വരെ നമ്മളെ തന്നെ ത്യജിച്ചിട്ടില്ല. 2 ഭർത്താവ്, പിന്നെ ജോലി. UK കഷ്ടപ്പെട്ട് വന്നിട്ട് ജോലി നഷ്ടപ്പെട്ടാലുള്ള അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കിക്കേ. നമ്മുടെ ഇരിപ്പ് എന്നാന്നറിയോ? കർത്താവ് വന്ന് സ്വർഗത്തിലെ വീസ കിട്ടിയില്ലെങ്കിലും കർത്താവ് UK വീസ എനിക്ക് തന്നാൽ മതി. ചിലർ എന്നോട് പ്രാർത്ഥനാ വിഷയം പറയുമ്പോൾ ഞാൻ ആദ്യം ചോദിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാ, നിത്യത ഉറപ്പുണ്ടോ എന്ന് ചോദിക്കും. എന്നിട്ടേ ഞാൻ ആ വിഷയം പ്രാർത്ഥിക്കാറുള്ളൂ കേട്ടോ. കാരണം നിത്യതയിലോട്ട് പോകുന്നവരുടെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. അതിനധികം UK വിസയ്ക്ക് വേണ്ടി ഒന്നും പ്രാർത്ഥിക്കേണ്ട, അത് ഉള്ളതാണെങ്കിൽ അവർക്ക് കിട്ടിപ്പോക്കോളും. പക്ഷെ നിത്യത അന്വേഷിക്കാതെ ഈ ഭൂമിയിൽ എന്തൊക്കെയോ രാജകൊട്ടാരമൊക്കെ കെട്ടി പാർക്കാനാ പ്ലാനെങ്കിൽ കർത്താവ് പറയാ, ഇവിടെ താമസിച്ചോ സ്ഥിരമായിട്ട്? അന്തിക്രിസ്തുവൊക്കെ വരുമ്പോൾ ഒരു കൂട്ട് വേണ്ടേ? ഇവിടെ നിന്നോളാൻ പറയും. അതുകൊണ്ട് മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ പോകത്തില്ല. അപ്പം പാട്ട് പാടുമ്പം ശ്രദ്ധിച്ച് പാടണം. ചുമ്മാ പാട്, ഒരു തരി പോലും കുറയില്ല. ഞാൻ ചോദിക്കുന്ന ഒറ്റ ക്വസ്റ്റ്യൻ, ഒരു തരിയെങ്കിലും കർത്താവിനോട് സ്നേഹം ഉണ്ടോ? എന്തിനാ നമ്മൾ നുണ പാടുന്നത്? ശരിക്കും പറയും, എന്ത് നുണ നമ്മൾ പാടുന്നുണ്ടെന്നറിയാം. നീ മാത്രം മതി യേശുവേ. അപ്പൊ കർത്താവ് പറയും, മോളെ നീ എനിക്ക് വേണ്ടി ജോലി വിടാമോ? അയ്യോ, അത് വിട്ട് ഒരു എനിക്കുണ്ടായിരുന്ന പ്രശ്നം. അതുകൊണ്ടാ പറഞ്ഞേ, കഷ്ടപ്പെട്ട് നേഴ്സിംഗ് പഠിച്ച് ജോലി ചെയ്ത്, അതും കൊതിച്ചിരിക്കുന്ന ഒരു രാജ്യമായ അമേരിക്കയിൽ ചെന്ന് RN പഠിച്ച് എക്സാം എഴുതാൻ ഡേറ്റ് എടുത്തിരിക്കും. കർത്താവ് പറയും, മോളെ ആ ജോലി അങ്ങ് വിട്ടേരും. അയ്യോ എൻ്റെ അപ്പാ. കർത്താവ് ചോദിച്ചു, നീ എന്നെ ഇതിലധികമായി സ്നേഹിക്കുന്നുണ്ടോ? ഞാൻ ഉള്ളതുപോലെ പറഞ്ഞു, ഇല്ല കർത്താവ്, എനിക്ക് എൻ്റെ നഴ്സിംഗ് ഇമ്പോർട്ടൻ്റ്, അതെൻ്റെ സ്വപ്നമാണ്. അതിന് മാനസാന്തരപ്പെടുത്തി. എന്നിട്ട് കർത്താവ് പറഞ്ഞു, ഒരു ദിവസം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പാ ജോലി വേണ്ട, ഞാൻ ഇറങ്ങിക്കോളാം. മാനസാന്തരം വന്നു കഴിഞ്ഞപ്പോഴാണ് കേട്ടോ അത് നടന്നേ. അത് പറയുക കർത്താവ് ആരെന്ന് കർത്താവ് പഠിപ്പിച്ചു കഴിഞ്ഞപ്പോഴാണ്. അതുകൊണ്ട് നുണ പാടരുത്. അതുപോലെ പാടുന്ന അടുത്തൊരു നുണയാ, പരീക്ഷ എൻ്റെ ദൈവം പരിഹാരം എനിക്ക് കരുതിയിട്ടുണ്ട്. അടുത്ത വാക്ക് എനിക്ക് വേണ്ട. ഇതിനകത്ത് എന്തിനെന്ന് ചോദിക്കാത്ത എത്ര പേരുണ്ട്? മറ്റേ സിസ്റ്റർ ടെസ്റ്റിമണി പറഞ്ഞപ്പോൾ ചോദിച്ചില്ലേ, വൈ? ദാറ്റ് ഈസ് ട്രൂ. അതുകൊണ്ട് ഞാൻ പാടുന്നത് എന്താണെന്നറിയോ? എന്തിനെന്ന് ചോദിച്ചെന്നാലും ഞാൻ ചോദിക്കാറുണ്ട്, എപ്പോഴും ചോദിക്കും. നമ്മൾ എന്ത് നുണയാ പാടുന്നേ? അത് എവിടെ നിന്നാ പാടുന്നറിയോ? ദൈവസന്നിധിയിൽ. അതുകൊണ്ട് പാട്ടൊക്കെ സെലക്ട് ചെയ്യുമ്പോഴും പാടുമ്പോഴും കെയർഫുൾ ആയിരിക്കണം. നുണയുള്ളവർ പോകത്തില്ലെന്ന്. പിന്നെ അസൂയ പറയുന്നില്ലല്ലോ, അറിയാലോ എന്ത് വാട്ട് ഈസ് അസൂയ. നമുക്കില്ലെന്ന് പറയരുത്. ഉണ്ട് മക്കളെ, നല്ലതായിട്ടുണ്ട്. ബാൻഡ് 5 ഒരാൾ ബാൻഡ് 6 കയറി എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു വിഷമം, അത്രേ ഉള്ളൂ. അതിന് അസൂയ എന്നാണോ സിസ്റ്റർ പേര്? അയ്യോ, അതിന് അസൂയ എന്നാ പേര്. മനസ്സിലായോ? അതതിന് അസൂയ തന്നെ പേര്. എനിക്കും അറിയില്ലായിരുന്നു എനിക്ക് അസൂയ ഉണ്ടായിരുന്നു, പക്ഷെ അസൂയ ഉണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ ഓർത്താ മതി. സകല ഭാരവും. എല്ലാവരോടും ഞാനൊരു കാര്യം റിക്വസ്റ്റ് ചെയ്യും, എല്ലാവരും ഒന്ന് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നിട്ട് നമുക്ക് അവസാനം ഒരു ഡെഡിക്കേഷൻ്റെ ടൈമിലേക്ക് വരിക. കൊയർ പാടാൻ വരുന്നുണ്ടെങ്കിൽ വരാം. ഇറ്റ് ഇസ് എ ടൈം ഫോർ വർഷിപ്പ്. ആണോ? വർഷിപ്പ് ടൈം ആണോ? അല്ല, ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ദാറ്റ്സ് ഫൈൻ. എല്ലാവരും ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റിട്ട് ഈ മൊമെന്റ് നിങ്ങൾ അടുത്തിരിക്കുന്നവരാരെയും നിങ്ങൾ നോക്കണ്ട. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് എന്നെ ഇവിടെ വിട്ടത്. കർത്താവ് എന്നോട് പറഞ്ഞത്, നിങ്ങളെല്ലാവരും കർത്താവിൻ്റെ കാഹളനാദത്തിൽ ആ നാദം കേട്ട് നിത്യതയിൽ കൊണ്ടുപോകാൻ യേശുപ്പച്ചൻ നന്നായിട്ട് ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി 33 തിരുവയസ്സിൽ അവസാന തുള്ളി രക്തം വരെ തന്ന കർത്താവ് പറയുക, മോളെ എനിക്ക് നിന്നെ നിത്യതയെ കൊണ്ടുപോകണം. ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് ഇന്ന് പറയുക, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിടണം. നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ നിങ്ങളുടെ മുറുകെ പറ്റുന്ന പാപം എന്താണ്. ഞാൻ തുറന്നു പറയുക ദൈവമക്കളെ, നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. കർത്താവേ, എൻ്റെ ഉള്ളിൽ അൺഫോർഗിവ്നെസ് ഉണ്ടപ്പാ,
ഇന്നിന്ന വ്യക്തികളോടുണ്ട് കർത്താവേ, എനിക്ക് എൻ്റെ സ്വയം ശക്തി കൊണ്ട് അവരോട് ക്ഷമിക്കാൻ പറ്റത്തില്ല, അവരങ്ങനെ എന്നെ ഹേർട്ട് ചെയ്തു, പക്ഷേ എനിക്ക് അപ്പൻ്റെ കൃപത, ഞാൻ ക്ഷമ ചോദിക്കേണ്ടവരോട് ക്ഷമ ചോദിക്കാം, ഞാൻ മാനസാന്തരപ്പെടേണ്ട ഏരിയ മാനസാന്തരപ്പെടാം, അരുതാത്തത് കാണത്തില്ല ഞാൻ, അരുതാത്തത് കേൾക്കത്തില്ല ഞാൻ എന്നൊരു ഡെഡിക്കേഷൻ ഇന്ന് പകൽക്കാലം എത്തണം. ഇന്ന് മാനസാന്തരപ്പെടേണ്ട ദിവസമാണെന്ന് ഞാൻ പറയാൻ കാരണം മറ്റൊന്നുമല്ല. ഈ ദിവസങ്ങളെല്ലാം കർത്താവ് എന്നോട് പറയുന്നൊരു വാക്കുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 13 അധ്യായത്തിനകത്ത് ഒരു അത്തിയെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്, 1 വർഷം കൂടെ നിൽക്കട്ടെ. ഞാൻ UK വന്ന് ഫ്ലൈറ്റ് ഇറങ്ങി ആദ്യത്തെ മീറ്റിങ്ങിന് പോകുന്ന സമയം തൊട്ട് ഈ വാക്യം എൻ്റെ ഉള്ളിൽ ശക്തമായിട്ട് കർത്താവ് തന്നു. ഞാൻ ആദ്യത്തെ മീറ്റിംഗ് ഞാനത് പ്രസംഗിച്ചു. 1 വർഷം കൂടെ നിൽക്കട്ടെ, 1 വർഷം കൂടെ നിൽക്കട്ടെ. എന്നോട് പരിശുദ്ധാത്മാവ് പറയാൻ പറഞ്ഞൊരു കാര്യം നിങ്ങളോട് ഞാൻ പറയാം. ഗോഡ് ഈസ് ഗിവിങ് യു അനദർ ചാൻസ്. പീറ്ററിന് ഒരവസരം കൂടെ കർത്താവ് കൊടുത്തതുപോലെ നിങ്ങൾക്കൊരവസരം കൂടെ കർത്താവ് തരിക. ഇനി ഒരു മാനസാന്തരത്തിൻ്റെ ദൂത് കേൾക്കാൻ നിങ്ങൾ ഈ ഭൂമി ജീവനോടുണ്ടോ നിങ്ങൾക്കറിയത്തില്ല. ആ സിസ്റ്റർ പറഞ്ഞൊരു കാര്യം കേട്ടോ, ഒത്തിരി പ്ലാനുകളുമായിട്ട് നിന്ന ഒരൊറ്റ സെക്കൻഡിൽ ലൈഫ് മാറി മറിഞ്ഞു. ICU കിടന്നല്ല തീരുമാനമെടുക്കേണ്ടത്. കർത്താവ് തരുന്ന ആരോഗ്യം തരുന്ന സമയത്ത് പറയണം, അപ്പാ ഞാൻ ക്ഷമ പറഞ്ഞോളാം, കർത്താവെ ഞാൻ മാനസാന്തരപ്പെട്ടോളാം. There are areas where I need repentance. കർത്താവ് പറയുക, മാനസാന്തരത്തിനൊത്ത ഫലം കായ്ക്കണമെന്ന്. ഇല്ലെങ്കിൽ നമ്മൾ പാടുന്നത് വൃഥാവാ, പ്രാർത്ഥിക്കുന്നത് വൃഥാവാ. നമ്മൾ പറയട്ടെ, പ്രാർത്ഥന പോലും സ്വർഗത്തിൽ എന്ത് ചെയ്യുന്നില്ല, എത്തുന്നില്ല. കർത്താവ് പറയുന്നു, പാപിയുടെ പ്രാർത്ഥന ഞാൻ കേൾക്കുന്നില്ലെന്ന്. ചിലർ ചോദിക്കത്തില്ലേ, എന്താ കർത്താവ് ഇത്രയും നാളായിട്ട് എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തതെന്ന്? ഒറ്റ ഉത്തരേ ഉള്ളൂ, ഉള്ളിൻ്റെ ഉള്ളിൽ മറഞ്ഞു പാപം കിടപ്പുണ്ട്. ആരെ ഈ പാപിന്ന് വിളിക്കുന്നതെന്നറിയാവോ? അറിഞ്ഞിട്ടും പാപം ചെയ്യുന്നവരെ. നമ്മളെല്ലാം ഭയക്കേണ്ട ഒരു വാക്യമുണ്ട്, Hebrews chapter 10 verse 26 I think. സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ചതിന് ശേഷവും മനഃപൂർവം പാപം ചെയ്താൽ ഇനി ഒരു യാഗം അവശേഷിക്കുന്നില്ല, നിത്യ നരകമേ ഉള്ളെന്ന്. അതിൻ്റെ അർത്ഥം എന്താന്ന് ഭയക്കണം കേട്ടോ. സത്യത്തിൻ്റെ പരിജ്ഞാനം കേട്ടു. ഇന്ന് അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് സത്യത്തിൻ്റെ പരിജ്ഞാനമായ വചനം എന്നെ കൊണ്ട് ദൈവം പറയിപ്പിച്ചു. ഇന്ന് ആ നോളജ് നിങ്ങളുടെ തലേ കയറി. പക്ഷെ സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ചതിന് ശേഷം നീ മനഃപൂർവം പാപം ചെയ്താൽ, അറിയാം പാപമാണെന്ന്, പക്ഷെ പലവട്ടം വാണിങ്ങി തന്നിട്ടും ബുദ്ധി ഉപദേശിച്ചിട്ടും പാപത്തിൽ നിന്നും മടങ്ങി വരാൻ, മാനസാന്തരപ്പെടാൻ യു ആർ നോട്ട് വില്ലിംഗ് ടു റിപ്പന്റ്. പരിശുദ്ധാത്മാവ് പറയുക, മാനസാന്തരപ്പെട്, ഒരാണ്ടും കൂടെ നിനക്ക് തരുവാ. ദ വെരി ലാസ്റ്റ് ചാൻസ് മേ ബി. എപ്പോഴും കർത്താവ് തരുമെന്ന് വിചാരിക്കരുത് കേട്ടോ. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കും. ചിലരോട് കർത്താവിൻ്റെ ലാസ്റ്റ് വാർണിംഗ് ആയത്. പലരെ നിന്റെ അടുക്ക വിട്ടു, പലതിൽ കൂടെ നിന്നോട് സംസാരിച്ചിട്ടും നീ പാപം വിട്ട് മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ കർത്താവ് പറയാ, ദിസ് ഇസ് ദ ലാസ്റ്റ് അഡ്വൈസ് ഓർ എ റിക്വസ്റ്റ്. മോനെ മോളെ, മാനസാന്തരപ്പെടുക. മറഞ്ഞു കിടക്കുന്ന പാപത്തിൽ നിന്ന് മാറ്. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും നീ വിട്. എന്നാലേ നിനക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടുകൂടി ഓടുവാൻ കഴിയത്തുള്ളൂ. എന്നാലേ വിരുദ് പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇത്രയും നാളും ഓടിയതും കൊട്ടിപ്പാടിയതും പ്രാർത്ഥിച്ചതും പ്രസംഗിച്ചതും വൃഥാവാ. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. റിപ്പന്റ് because he is at the doorstep.